സ്വാഗതം ചതുരംഗത്തിലേക്ക്. കഴിഞ്ഞ തവണ നമ്മൾ ലഹരി വ്യാപനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇത്തവണയും അതുതന്നെയാണ്, മറ്റൊരു മേഖലയുമായി ബന്ധപ്പെടുത്തിയാണെന്ന് മാത്രം. സിനിമയും ലഹരിയുടെ ഉപയോഗം സിനിമയുടെ സ്വാധീനത്താൽ അത്തരം ഒട്ടേറെ സംഭവങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സമീപ നാളുകളിൽ നമ്മുടെ അറിവിൽ തന്നെയുണ്ട്. നേരത്തെ ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ അതിലൊരു കൊലപാതക രീതി അല്ലെങ്കിൽ ആ തെളിവ് മറച്ചു വയ്ക്കാനുള്ളൊരു രീതി വീണ്ടും പല യഥാർത്ഥ കൊലപാതക കേസുകളിൽ ആവർത്തിച്ചപ്പോൾ ആ സിനിമയുടെ സ്വാധീനം എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് ഒറ്റപ്പെട്ടൊരു സംഭവമായി മാറ്റി നിർത്തുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം, സിനിമയുടെ സ്വാധീനം ഒരുപാടുണ്ട് എന്നുള്ളതാണ് സമീപ നാളുകളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. സിനിമാ മേഖലയിൽ പോലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായും ഒരുപാട് വാർത്തകൾ പുറത്തു വരികയുമുണ്ടായി. ഈ വിഷയത്തിൽ വളരെ ആധികാരികമായി തന്നെ സംസാരിക്കാൻ കഴിവുള്ള, വളരെ അർഹതയുള്ള 3 വ്യക്തികളെയാണ് നമുക്ക് അതിഥികളായി ലഭിച്ചിരിക്കുന്നത്. ചലച്ചിത്ര നടൻ ശ്രീ നന്ദകിഷോർ, ഡോക്ടർ സിസ്റ്റർ ജസ്മി, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒട്ടും വ്യത്യാസമില്ല. ലഹരി ഉപയോഗം സമീപ നാളുകളിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യകാലങ്ങളിൽ കഞ്ചാവായിരുന്നു പിടിമുറുക്കിയതെങ്കിൽ വില്ലനായിരുന്നുവെങ്കിൽ ഇപ്പോൾ MDMA, LSD സ്റ്റാമ്പ്, എന്തിന് ക്യാൻസർ രോഗത്തിന് കഴിക്കേണ്ട മരുന്നുകൾ പോലും ലഹരിയായി ഉപയോഗിക്കുന്ന, നേരത്തെ അത് വെറുതെ പറഞ്ഞു പരത്തുന്നതാണെന്ന് പറയുകയുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് തെളിവുകൾ, ഒരുപാട് അനുഭവങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങൾ ഒരു വീട്ടിൽ തന്നെയുള്ള ഒരുപാട് പേരെ ഒരു യുവാവ് കൊലപ്പെടുത്തുന്നു, സ്വന്തം അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു, എല്ലാം ഈ ലഹരി മൂലമാണ് എന്നുള്ളത് പിന്നീട് തെളിയുകയുമുണ്ടായി. എത്രത്തോളം അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്? ആദ്യം അങ്ങനെ തന്നെ. ലഹരി എല്ലാ അർത്ഥത്തിലും അപകടകരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു പണ്ട് MP നാരായണപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഒരു മിനിമം ലെവൽ മദ്യപാനം മനുഷ്യർക്ക് ആവശ്യമാണ് അത്ര. പക്ഷേ ലഹരി അമിതമായി ഉപയോഗിക്കപ്പെടുകയും അതേസമയം തന്നെ ശരിക്കും ലഹരി ചെയ്യുന്നത് മനുഷ്യനെ മറക്കുകയാണല്ലോ. മനുഷ്യൻ കുറച്ച് നേരത്തേക്കാണെങ്കിലും എല്ലാം മറന്നു പോകുന്നൊരവസ്ഥയാണ്. എല്ലാം മറന്നു പോകുന്നൊരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ അസ്തിത്വത്തിന് ഓർമ്മയുടെ ആവശ്യം ഒരു പരിധിവരെ. എന്തൊക്കെ തെറ്റുകൾ സമൂഹത്തിലുണ്ട്, ഒരു ലൈഫിനെ നിലനിർത്താൻ വേണ്ട എല്ലാ ഗുണങ്ങളെയും മനുഷ്യനിൽ നിന്ന് അടർത്തി കളയുന്ന ഒരു സാധനം സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അപകടം ഇത്രയുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ സിനിമയും ലഹരിയും എന്നാണ് നമ്മൾ വിഷയം വെച്ചത്. അതുകൊണ്ട് സിനിമയിൽ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നതാണോ അതോ സിനിമ ലഹരിക്ക് പ്രചോദനം കൊടുക്കുന്നു എന്നുള്ളതാണോ? കല ശരിക്കും സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനമാണെന്നിരിക്കെ ഈ സിനിമയിലെ ലഹരിയുടെ, അതാണ് ഉദ്ദേശിക്കുന്നത്, സിനിമയുടെ ലഹരിയുടെ ഉപയോഗം സിനിമയിൽ അത് സമൂഹത്തിലെ ലഹരിയുടെ റിഫ്ലക്ഷൻ അല്ലേ? അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വാധീനിക്കും എന്ന് പറയുന്നത്, സിനിമ മനുഷ്യനെ സ്വാധീനിക്കും ഏറ്റവും കൂടുതൽ. മനുഷ്യനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന മാധ്യമം എന്ന നിലയിൽ സിനിമയിലെ ലഹരി ഉപയോഗം, വയലൻസിൻ്റെ പ്രത്യക്ഷമായ ചിത്രീകരണം, ഇതൊക്കെ മനുഷ്യനെ സ്വാധീനിക്കും. അപ്പം അതുകൊണ്ട് ലഹരിയും വയലൻസും, ലഹരി കൊണ്ട് ഉണ്ടാവുന്ന ബോധല്യായ്മയാകുമ്പോൾ മനുഷ്യൻ വയലൻ്റ് ആവുക, പിന്നെ കാണിക്കുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ ഈ ഒരു ബോധത്തെ മങ്ങിച്ച് കളയുന്ന ഈ സാധനം, മയക്കി കളയുന്ന സാധനം, മയക്കോസ്കിയായ ഈ സാധനം അങ്ങേറ്റ അപകടമാണ്. അതിൽ യാതൊരു സംശയമില്ല. അത്ര തൽക്കാലം പറയുന്നുള്ളൂ. ഡോക്ടർ സിസ്റ്റർ ജസ്മി, ഒരു സിനിമ ആസ്വാദക എന്നതിനപ്പുറം സിനിമ യഥാർത്ഥത്തിൽ അത് ആവിഷ്കരിച്ചിരിക്കുന്നത്, അതിൻ്റെ അതിലുള്ള മൂല്യം, അതെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ നന്നായി അപഗ്രഥിക്കുന്നൊരു വ്യക്തി കൂടിയാണ്. ഈ ലഹരിയുടെ സ്വാധീനം, ഈ സിനിമയുടെ സ്വാധീനം ലഹരിയിൽ എന്ന് പറയുമ്പോൾ സമീപ നാളുകളിൽ ഇത് കൂടി വരുന്നു കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പേരറിയാത്ത ഒരുപാട് ലഹരികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ലഹരി എന്ന് പറഞ്ഞാൽ അതിന് ഒരു പോസിറ്റീവും നെഗറ്റീവും ആ വാക്കിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗത്തിലുണ്ട്. കാരണം ചിലർ പറയും പുസ്തകമാണ് എൻ്റെ ലഹരി, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ ലഹരി, അതെൻ്റെ പാഷനാണ്. അങ്ങനെ കുറേ ലഹരികളുണ്ട്. പക്ഷേ ഇവിടെ അത് അതിര് കടന്ന് നിഷേധാത്മക ലഹരിയായി മാറി. അത് സിനിമയിലുള്ള ലഹരിയുടെ സ്വാധീനം സമൂഹത്തിലേക്ക് വരുന്നത് അത് തന്നെയും വൺ ഓഫ് ദ ഫാക്ടേഴ്സാണ്. ഒരുപാട് ഫാക്ടേഴ്സിൽ ഒന്ന് സിനിമയും കൂടിയാണ്. കാരണം സിനിമ ഇപ്പോൾ ഒരുപാട് യുവാക്കളെയും മനുഷ്യരെയും, ഈവൻ യുവതികളല്ലാത്തവരെയും വൃദ്ധരെയും ഒക്കെ സ്വാധീനിക്കുന്ന, അതൊരു ടോട്ടൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നൊരു സംഭവമായതുകൊണ്ട്
ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെയും വരുന്നുണ്ട്. ഞാൻ ഈ ലേറ്റസ്റ്റായിട്ട് കണ്ടത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ചൂട് സഹിക്കാൻ പാടില്ലാതെ ആയതുകൊണ്ട് പോയതാണ്. പക്ഷേ ഇപ്പോൾ കളിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത്രയും തിയേറ്റർ ഫുള്ളാണ്. അപ്പോൾ അതിൽ ഒരു 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും പുതുമുഖങ്ങളാണ്. അല്ല, എല്ലാവരും അല്ല കേട്ടോ. അതിലെ വില്ലനായിട്ടുള്ളവൻ മറ്റു പല സിനിമകളിലും ഉണ്ട്. വിശാഖ് നായർന്നോ വൈശാഖ് അങ്ങനെ എന്തോ പേരാണ്. അവരുടെ രംഗങ്ങൾ എങ്ങനെ അഭിനയിച്ചു എന്നുള്ള ഇൻ്റർവ്യൂകൾ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ബി കോംപ്ലക്സ് പൊടിച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിലും ഞങ്ങൾ അതിന് പകരം ഗ്ലൂക്കോസാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഞങ്ങൾ കുറേ വീഡിയോകൾ കണ്ടു പഠിച്ചു എന്നൊക്കെ. അപ്പോൾ അതിലൊരു റിവ്യൂവിലൊരു പയ്യൻ പറയുന്നത് അത് എനിക്ക് വളരെ നല്ല കാര്യമായി തോന്നി. അതായത് അത്തരം രംഗങ്ങൾ കുറയ്ക്കാമായിരുന്നില്ലേ? കഥയ്ക്കത് ആവശ്യമുണ്ടെങ്കിലും അത്രയും വിശദമായി ഇവർ എങ്ങനെയാണത് ഉപയോഗിക്കുന്നത്, ഇതൊരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് പോലെ അവരാണിപ്പോൾ ആരാധിക്കപ്പെടുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമ്മുടെ നായകന്മാരെക്കാളും ഒക്കെ കൂടുതൽ ഇപ്പോൾ ഈ പയ്യന്മാരും ഈ 2 പെൺകുട്ടികളുമാണ്. വളരെയേറെ ഇൻ്റർവ്യൂകളും അവരിങ്ങനെ വളരെ ഹാപ്പിയുമാണ്. പക്ഷെ അവർ കുറേ വീഡിയോ കണ്ടു പഠിച്ച് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അതും ഒരു ഇൻസെൻറ്റീവായി മാറുകയാണ്. ഞാൻ ലേറ്റസ്റ്റ് ഒരു ഫിലിമിനെ കുറിച്ച് മാത്രം അത്തരം രംഗങ്ങൾ കുറയ്ക്കാറുന്നില്ലേ എന്ന് ആലോചിച്ചു. പിന്നെയും കാണുന്ന പല സിനിമകളിലും ഇപ്പോൾ എന്താണ് ഈ അടുത്ത് കണ്ട നാരായണി, ഞാൻ OTTയിലാണ് കണ്ടത്. നാരായണിയുടെ 3 ആൺമക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അതിലും ഒരു കഞ്ചാവ് വലിക്കുന്ന പോലെ. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ വായിച്ചത് ഒരാൾ പറയുകയാണ്, കഞ്ചാവൊന്നും അല്ല ഇപ്പോൾ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഈ MDMAയും പോലെ. അയാൾ പറയാൻ 100ൻ്റെ നോട്ട് കണ്ടക്ടർ തിരിച്ചു തന്നപ്പോൾ അതിങ്ങനെ നീളനെ മടക്കിയിട്ടായിരുന്നു. അപ്പോൾ തന്നെ ആളത് തൊട്ട് നാവുമ വെച്ച് നോക്കി കയ്പായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് പൊടിക്കാനും ചെയ്യാനും ഒക്കെ ആയിട്ട് പല സ്ഥലത്തു നിന്നും ഇത്തരം 100ൻ്റെ നോട്ടുകൾ കിട്ടിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് മനസ്സിലായത്, വെച്ചുകെട്ട് ഉണ്ടാക്കിയതായിട്ടല്ല. അപ്പോൾ ഇത്തരം സിനിമകളിലെ എന്തിനാണ് ഇത്തരം രംഗങ്ങൾ കുറേ റിയലിസ്റ്റിക് ആക്കാനാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരുപക്ഷെ അത്തരം രംഗങ്ങൾ കൊണ്ടുകൂടി അത് ഫേമസ് ആയതാണ്. പക്ഷേ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെയും ഞാൻ പലയിടത്തും വായിച്ചറിഞ്ഞത് ലഹരി മാഫിയയാണ് ഇത്തരം സിനിമകളുടെയൊക്കെ പുറകിലെന്ന്. നിർബന്ധമായിട്ടും ഇത്തരം സീനുകൾ വേണമെന്ന് വാശി പിടിക്കുന്നതും. സിനിമയിൽ അത് നെഗറ്റീവാണ്, അതുകൊണ്ട് ദോഷമാണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ സൈക്കോളജിക്കലി മനുഷ്യർക്ക് തെറ്റാണെന്ന് കണ്ടാൽ അന്നത് ചെയ്യേണ്ട എന്നല്ല തോന്നുക, അതൊന്ന് ചെയ്തു നോക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അതാണ് മനുഷ്യരിൽ ഈ നെഗറ്റീവ് സ്വാധീനമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇത് സ്പോൺസർ ചെയ്യാണെന്ന്, അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു മാഫിയ, ആക്ടേഴ്സിൻ്റെ ഇടയിൽ ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളത് ഒരു വശം, അത് പോട്ടെ, അവരുടെ ജീവിതവുമായി അവർ ഉത്തരം കൊടുക്കട്ടെ. പക്ഷേ ഈ പൊതുജനത്തിന് കാണിക്കുന്ന ഈ സിനിമകളിൽ അതിൻ്റെ പുറകിലും ഈ മാഫിയ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ഭീകരമായ ഒരു അവസ്ഥയായിട്ട് തോന്നി. അവരത് നിർബന്ധിച്ച്, അതില്ലെങ്കിൽ ആ സിനിമ പുറത്തിറക്കാൻ അവർ സമ്മതിക്കില്ല എന്ന മട്ടിൽ അത്രയും ഭീകരാവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന എന്നെപ്പോലെയുള്ളവർ, ഞങ്ങൾ 3 പേരും തന്നെ സിനിമയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇതൊരു ഭയങ്കര ഭീതി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? സിനിമകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നന്നാവുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് വയലൻസിൻ്റെ ഭാഗം നോക്കുമ്പോൾ മാർക്കോ കണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ആനിമലും കില്ലൊക്കെയോ? അതൊക്കെ കാണാമെന്നും മാർക്കോ കാണാൻ പാടില്ല എന്നും ഇല്ലല്ലോ. ഞാൻ ഇതൊക്കെ പോയി കോൺഗ്രർ തന്നെയാണ്, ഇത് സിനിമയാണെന്നൊക്കെ ഓർത്ത് മനസ്സിന് ബലം പിടിച്ചിട്ടൊക്കെ പോയിരുന്ന് കാണുന്നത്. പക്ഷേ ഇത് ഒരു ആവേശമായി പിള്ളേരിലേക്ക് വരികയാണ്, യൂത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ചും. നമ്മൾ യൂത്തിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരാണ് ഇനി നമ്മുടെ നാടിൻ്റെ ഭാവി. അതുകൊണ്ട് വയസ്സന്മാരും വയസ്സുകളും ഒന്നും ഇത് കാണുന്നില്ല അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ യൂത്ത് ഈ സിനിമ മൂലം കൂടി വഴിതെറ്റി പോകുന്നുണ്ടോ? കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നുള്ള ഡയലോഗൊക്കെ, അതാണ് അവൻ്റെ ആണത്തം എന്നാണ് അതിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞത് ചെയ്യും എന്ന് പറയുന്ന ഏതോ ഒരു വലിയ പ്രിൻസിപ്പിളൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത് പോലെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ല, കൂടുതൽ മേഖലയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള രീതിയിൽ തിയേറ്ററിലൊക്കെ ആദ്യം പ്രദർശിപ്പിക്കും. തിയേറ്ററിൽ സിനിമയുടെ സമയത്തും മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയും. സത്യത്തിൽ അതാണോ ഇപ്പോൾ ചെയ്യേണ്ടത്? നമ്മുടെ സമൂഹം ഈ ലഹരി ഉപയോഗത്തിലൊക്കെ എത്രയോ മോശമായ രീതിയിൽ
അങ്ങേയറ്റത്തിൽ നമുക്കിപ്പോഴും അറിയാത്ത പേരുകളുള്ള പല മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഒരു തമാശ പോലെ തോന്നുകയാണ് ഈ പുകവലിയെക്കുറിച്ച്. പുകവലി നല്ലതാണെന്നല്ല തോന്നിയിട്ടില്ലേ? ആക്ച്വലി ഇത്രയും പൈസയൊക്കെ കൊടുത്ത് സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ ഭയങ്കര അരോചകമായിട്ടുള്ള കുറേ സീനുകളൊക്കെ കാണിച്ചിട്ട് പുകവലിക്കരുത്, ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമ്പോൾ പുകവലിക്കാതെ അവിടെ ഇരിക്കുന്ന 80% ആൾക്കാർക്കും ഭ്രാന്ത് വരാറുണ്ട്. എനിക്കടക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് കാണുന്ന ഒരു ആഗ്രഹമില്ല. ഒരു കാര്യം എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ പോയിരിക്കുമ്പോൾ പരസ്യം ചെയ്യുന്നത് നമ്മുടെ ചിലവിൽ ചെയ്യേണ്ട എന്നൊരു സാധനം കൂടിയുണ്ട്, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പിന്നെ ഗവൺമെൻറ് ആണ് ഇതിറക്കണത്, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ കൃത്യമായി തന്നെ അതിൻ്റെ ടാക്സ് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് തന്നെയാണ്. ഇനിയിപ്പോൾ ഗവൺമെൻറ് വേണ്ടാന്ന് വെച്ചു, ലഹരി വേണ്ട എന്ന് തീരുമാനിച്ചു നോക്കി, ഉറപ്പായിട്ടും അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഡാർക്ക് സൈഡ് ഉണ്ടാവും അതിന്. അപ്പോൾ അതുകൊണ്ട് ലഹരി എന്നുള്ളത് മനുഷ്യന് എന്നും ആവശ്യമായിട്ടുള്ളതാണ്. സോമരസം തൊട്ട് എന്തുണ്ടെങ്കിലും നമുക്കതൊരു ആവശ്യമാണ്. അതായത് നമ്മളുടെ ഭക്ഷണം അല്ലെങ്കിൽ ജീവിതക്രമത്തിലൊക്കെ സന്തോഷങ്ങൾ വരുന്ന സമയത്തും ഇപ്പം നെല്ലിന്ന് പോലും വാറ്റി കുടിച്ചിരുന്ന നമ്മുടെ തലമുറ ഉണ്ടായിരുന്നു, നമ്മുടെ മുൻപത്തെ തലമുറ. അപ്പം ലഹരി ഉണ്ട്, പക്ഷെ അത് എപ്പോഴാവാം, ആരൊക്കെ ഒരുമിച്ചാവാം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പം സെക്സ് ആവാം, പക്ഷെ നമ്മൾ എല്ലാവരോടും നമ്മൾ സെക്സ് ചെയ്യുന്നില്ലല്ലോ. അതുപോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കില്ലല്ലോ. കോടതി പോയിരുന്നു ഞാൻ കഴിക്കില്ല. അപ്പം അങ്ങനെ പല സംഗതികളുണ്ട്. അപ്പോൾ നമ്മളുടെ മുകളിൽ നമുക്കൊരു നിയന്ത്രണം ആവശ്യമാണ്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. അതായത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ കിട്ടുന്ന റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യുന്നില്ല. അത് ഒരു നിയമം കൊണ്ടുവന്ന് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ട് മനസ്സിലായി. അപ്പോൾ വേണ്ടത് എന്താണ്? ഇവിടെ വേണ്ടത് കൃത്യമായി തന്നെ ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങണം. വൈ നിങ്ങൾ എന്താണ് യൂത്തിന് കൊടുക്കണത്? നമ്മുടെ നാട്ടിലെ യൂത്തിന് ഇന്ന് ഒരുപാട് എനർജി ഉണ്ട്. എല്ലാ കാലത്തും യൂത്തിന് എനർജി ഉണ്ട്. ഞങ്ങളുടെ കാലത്ത് യൂത്തിന് എനർജി ഉള്ളപ്പോൾ ഞങ്ങൾ സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു, ഞങ്ങൾ സമരങ്ങൾ നടത്തിയിരുന്നു, ഞങ്ങൾ എല്ലാത്തിനും പ്രതികരിച്ചിരുന്നു. അപ്പോൾ പ്രതികരണ തൊഴിലാളികൾ പോലെയായിരുന്നു ഞങ്ങൾ. ഇന്ന് എൻ്റെ മകനോ മകളോ ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് അവരുടെ നേരെ പീഡനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോക്സോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ അവരുടെ ഓരോ മേഖലയിലേക്ക് എത്തുമ്പോഴും ആ നിയമങ്ങൾ വന്നു. ഇപ്പോൾ അവർ വ്യാപരിക്കുന്ന മേഖല എന്ന് പറയുന്നത് വെർച്വൽ വേൾഡാണ്. എല്ലാവരും നമ്മളടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ സ്പെൻഡ് ചെയ്ത് ഉണർന്നിരിക്കുന്ന മുക്കാൽ ഭാഗവും നമ്മൾ ഫോണിലാണ്, വെർച്വൽ വേൾഡാണ്. വെർച്വൽ വേൾഡ് ചെയ്യുന്ന ഹാനികൾ അതെന്തെന്ന്, അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്നുള്ള നിയമങ്ങൾ വന്നിട്ടേയില്ല. വെർച്വൽ വേൾഡാണ് യഥാർത്ഥത്തിൽ ഈ ലഹരികളെയൊക്കെ ഇങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിലിരിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ലഹരി ചന്ദ്രാപ്പിനിയിലിരിക്കുന്ന കുട്ടിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ മൊബൈലും മറ്റ് സൗകര്യങ്ങളും കാരണം കൊണ്ട് നമ്മളത് വളരെ സ്പീഡിലേക്ക് എത്തുന്ന കാര്യം മാറി. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മളുടെ ഇൻഫോർമേഷൻ ടെക്നോളജി കാരണം കൊണ്ട്. പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, സിനിമയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, സിനിമ ശരിയാണ്, കൃത്യമായി നമ്മൾ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നത്. നമ്മളൊരു സാരി അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമത്തിലെ മുണ്ട്, ഒരു ചുവപ്പ് കളർ മുണ്ടോ കറുപ്പ് കളർ മുണ്ടോ എല്ലാ മതത്തിലും പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ ധൈര്യം കിട്ടിയത് പ്രേമം വന്നതിന് ശേഷം. അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെ കുട്ടിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലെ കുട്ടിയോ പണ്ട് കറുപ്പ് ഉടുപ്പ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പ്രേമം വന്നതിന് ശേഷം എല്ലാവരും കറുപ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കറുപ്പ് മുണ്ട്. ആ ഒരു അതിൻ്റെ സോക്കോൾഡ് മതസാധനം അയ്യപ്പൻ എന്നുള്ള എടുത്ത് കളഞ്ഞ് എല്ലാവർക്കും കൊടുക്കാവുന്ന ചുവപ്പ് മുണ്ട് വന്നതൊക്കെ അങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന സംഗതി എന്താ വെച്ചാൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് സിനിമയ്ക്ക്. പക്ഷേ സിനിമ കണ്ടിട്ടാണോ നമ്മൾ പോയിട്ട് ലഹരി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അതിൽ രണ്ടുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. ഒരു ധൈര്യം വരുന്നുണ്ട്. സിനിമയ്ക്കും ആ ധൈര്യം വന്നു. കാരണം നാരായണീൻ്റെ മക്കളിൽ ഒരു പെൺകുട്ടിക്ക് എന്താ പറയുക, അത് വളരെ കൂളായിട്ട് കസിൻസിൻ്റെ ഇടയിൽ വലിക്കുകയും അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പോൾ, കഞ്ചാവ് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അതിപ്പോൾ കുറ്റമാണോ അല്ലേന്നൊന്നുമല്ല ഞാൻ പറയണത്. സ്വാഭാവികമല്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നത് വളരെ സ്വാഭാവികമായി സിനിമ പോലും കാണിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് എല്ലാം അതൊക്കെ പണ്ട് ഭയങ്കര ഗോപ്യമായും സിനിമയിലും പോലും അത് ഒരു നെഗറ്റീവായിട്ടും ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ മൂല്യബോധമൊക്കെ മാറിക്കഴിഞ്ഞു. അതിപ്പം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള മൂല്യബോധത്തിലാണ് നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ഫോൺ മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുന്നത്, അതോടൊപ്പം തന്നെ ആപ്പിൾ ടെക്നോളജി ഉപയോഗിക്കുന്ന അവിടുത്തെ തലമുറയും ഇവിടുത്തെ തലമുറയും ഒരേപോലെ ചിന്തിക്കുന്നു എന്നുള്ളതും കൂടി വലിയ വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗോളീകരണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സന്തോഷിച്ചുല്ലോ. മലേഷ്യയിലെ തേങ്ങ മാത്രമല്ല എല്ലാം ഇവിടേക്ക് വരും. അപ്പോൾ പാകിസ്ഥാനിലേക്ക് കഞ്ചാവ് വരിക, അല്ലെങ്കിൽ MDMA, കഞ്ചാവല്ല MDMA സിന്തറ്റിക് ഡ്രഗ്സ് വന്നാൽ അത് ഇങ്ങോട്ടും വരും. അപ്പോൾ ഇത് വ്യാപനം. അപ്പോൾ നമ്മൾ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇത് ഞങ്ങൾക്ക് ഭയങ്കര സുഖമാണ്, ഇഷ്ടമാണ്, മറ്റേ ഇഷ്ടമാണ്, അതോടൊപ്പം വന്നു ചേർന്ന എല്ലാം. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് വരാം, ഇത്തിരി നീണ്ടു പോകുന്നുണ്ട്. എന്നാലും യുവാക്കൾ അല്ലെങ്കിൽ പോലും എനിക്ക് കുറേ സമയമുണ്ട്, ഞാനിത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. ശരി, ഞങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യാനായിട്ട് ക്രിയേറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി, DJ മ്യൂസിക്, മറ്റേത് എന്തെങ്കിലും പാട്ട്, മറ്റേ ശാസ്ത്രീയ സംഗീതം മാത്രമല്ലല്ലോ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു DJ മ്യൂസിക് കിട്ടും.
അപ്പോൾ ഉടനെ DJ മ്യൂസിക് ആസ്വദിക്കുന്ന എല്ലാവരും കഞ്ചാവടിയന്മാരാണ്. സൗകര്യം ഡി ജെ മ്യൂസിക്കിന് പോവാം, കഞ്ചാവ് അടിച്ചിട്ട് പോവാം. അതിന് മുൻപ് അങ്ങനെ പോയിരുന്നേ ഇല്ല. 5 കൊല്ലോ 10 കൊല്ലം മുന്നത്തെ കൊച്ചിയിൽ DJ മ്യൂസിക്കിന് കഞ്ചാവ് അടിക്കുന്നത് വളരെ അപൂർവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കഞ്ചാവ് എന്ന് മാത്രമല്ല ഇപ്പം എന്താ കഞ്ചാവ് അടിക്കുന്ന ഒന്നുമല്ലാന്നും സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന മെത്തും MDMAയും സ്റ്റാമ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കൂടി. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ അവർക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളിങ്ങനെ വെറുതെ ആക്ഷേപം പറയാം. ഒരിക്കലും നമ്മൾ യൂത്തിനെ നിൻ്റെ പ്രശ്നം എന്താണ്, നിൻ്റെ ആവശ്യം എന്താണ്, നിനക്ക് എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യമില്ല. അതിന് പകരം ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുകയും അവർ നമ്മളുടെ എനർജി റിലീസ് ചെയ്യണം. ഇത്രമാത്രം എനർജി കയ്യിലുണ്ട്. 50 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര എനർജി ഉണ്ട്. ഈ എനർജി ഞാൻ എന്ത് ചെയ്യും? ഈ എനർജി റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതിന് പ്രോഗ്രസീവായിട്ട് ചെയ്യുന്ന ഒന്നും നമ്മുടെ നാട്ടിലില്ല. ഒരു യാത്ര പോയാൽ അപ്പോൾ പ്രശ്നമാണ്. ഒരു എന്താ പറയുക, സ്പോർട്സോ കളികളോ ഒക്കെ എടുത്താൽ അവിടെയും പ്രശ്നമാണ്. അവിടെ ജെൻഡർ മാത്രം, അവിടെ ആണുങ്ങൾ മാത്രം ഉണ്ടാവും, അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ സ്കൂളിലാണെങ്കിൽ പോലും സ്പോർട്സ് കിറ്റ് ആൺകുട്ടികൾക്ക് മാത്രമാണ്. ആണും പെണ്ണും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ അതിന് ജൈവികമായി അവർക്കും കൂടി നിൽക്കാൻ തോന്നുള്ളൂ. 2 കൂട്ടരും നമ്മളൊരു അട്രാക്ഷൻ പോലും ഉണ്ടാവുള്ളൂ. അതൊന്നുമില്ല. ഒരു നാടകം ചെയ്യാൻ വെച്ചാൽ ആണുങ്ങൾ ഓൺലി നാടകം, പെണ്ണുങ്ങൾ ഓൺലി നാടകം, അങ്ങനത്തെ ഒക്കെ ഒരുമാതിരി അതായത് ഏറ്റവും എന്താ പറയുക, ഒരിക്കലും കുട്ടികൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ വലിയ കാര്യങ്ങൾ കൊണ്ടുപോകും. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീക്ഷണം എന്ന് പറഞ്ഞ സാധനം ഇല്ല. നല്ല കൃത്യമായ ഒരു വിഷൻ വെച്ചുകൊണ്ട് ഇവരുടെ അതായത് കാലാനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, വീട് തൊട്ട് വിദ്യാഭ്യാസം തൊട്ട് ജോലി തൊട്ട് പൊതുയിടങ്ങൾ തൊട്ടുള്ള ഇടങ്ങൾ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടിയാൽ നമ്മുടെ എനർജീനെ നിങ്ങൾ കണ്ടില്ലേ പ്രളയത്തിൻ്റെ സമയത്ത്, നിങ്ങൾ കണ്ടില്ലേ കോവിഡിൻ്റെ സമയത്ത് യൂത്തല്ലേ വന്ന് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഞൊളിഞ്ഞ് വളഞ്ഞിരിക്കുന്ന മൊബൈൽ നോക്കിയിരിക്കുന്ന ചെക്കൻ 50 കിലോ ഉള്ള ഇതെടുത്തു, അതേ എടുക്കും, അവർക്കെടുക്കും. അതിന് ആരോഗ്യമുണ്ട്. നിങ്ങൾ എന്താ അണ്ടർ എസ്റ്റിമേറ്റ് 26 വയസ്സുള്ള കുട്ടിക്ക് ഒരു 50 കിലോ എടുക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ട് ഒരു പയ്യന്? പറ്റുമവന്. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ല, അവന് ഉപയോഗിച്ചില്ല, അത് ആരെ കുറ്റ? നിങ്ങളുടെ കുറ്റാണ്. അതിന് പകരം അവൻ എന്ത് ചെയ്തു? അവൻ്റെ എനർജി യൂസ് ചെയ്യാവുന്ന മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിക്കും. നല്ല മാർഗ്ഗങ്ങൾ അന്വേഷിക്കാൻ സ്പോർട്സിന് പോയി വൈകുന്നേരങ്ങളിൽ നിൽക്കാൻ പറ്റിയ നല്ല സ്പോർട്സ് ഗ്രൗണ്ട്സ് ഇല്ല. എല്ലാ സ്ഥലങ്ങളിലും പണ്ട് കളിക്കളങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അവിടെ എവിടെ കളിക്കളമുള്ളത്? വീട് മുറ്റത്ത് കളിക്കാൻ പോലും സ്ഥലമുണ്ടോ? അപ്പോൾ നമുക്കൊന്നുമില്ല. നമുക്ക് ആകെ TV അല്ലെങ്കിൽ മൊബൈൽ എന്നുള്ള സാധനത്തിലേക്കാണ്. ശരിക്കൊരു നിയമം തന്നെ അതിന് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ നേരത്തെ ഈ സിഗരറ്റിൻ്റെ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ബോധവൽക്കരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരെ ബോധവൽക്കരണം. ഇവിടെ 18 വയസ്സായ ആരെങ്കിലും ലഹരി മദ്യം ഉൾപ്പെടെ ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? എല്ലാവർക്കും അറിയാം എന്തെന്ന്. ലഹരികളെല്ലാം തന്നെ ആരോഗ്യത്തിന് ഹാനികരം, ജീവിതത്തിൽ നശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആശവക്കീൽ പറഞ്ഞ മാതിരി ലഹരി ഒരളവിൽ വരെ ആവശ്യമാണ്. അതായത് ഇപ്പോൾ ശങ്കരാചാര്യരുടെ കൃതികളുടെ പേര് സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി. അപ്പോൾ ഒരു ഈശ്വരഭക്തിയുടെ ഒരു ലഹരി ഇന്ത്യയിൽ പിന്നെ ആവശ്യമാണ്. അപ്പോൾ ഈ ലഹരി അറിഞ്ഞുകൊണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവരെ പിന്നെ എങ്ങനെയാണ് ബോധവൽക്കരിക്കുക? ബോധമില്ലാത്തവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോധവൽക്കരിക്കാൻ പറ്റില്ല. ബോധമുള്ള തീ തൊട്ടാൽ പൊള്ളുന്നത് എനിക്കറിയാം. അത് ഈ ചാട് അതൊരു തരം എന്താ സൂയിസൈഡിൻ്റെ അംശം ഉണ്ടായില്ലേ? ഇത് എനിക്കറിയാൻ കുഴപ്പമില്ല, അത് കുടിക്കുന്നത്. അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കാൻ പറ്റില്ല. അതതിൻ്റെ ഒരു ആസ്പെക്റ്റ്. പിന്നെ രണ്ടാമത്തെ ആസ്പെക്റ്റ് സിനിമകളിലെ വയലൻസ് ഈ അത് കലയുടെ ഒരു പ്രശ്നമാണ്. ഈ റിയലിസ്റ്റിക്കായിട്ട് വയലൻസും ശൃംഗാരം എന്താ വെച്ചാൽ കാണിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ കഥകളിയിൽ ഇന്ത്യൻ ആർട്ട് ബേസിക്കലി റിയലിസ്റ്റിക് അല്ല, അത് സ്റ്റൈലൈസ്ഡാണ്. ഇപ്പോൾ ഒരു കഥകളി കണ്ടു വെച്ചാൽ അതിൽ ഭയങ്കര വയലൻസ് ഉണ്ട്. ദുശ്ശാസനൻ്റെ മാറ് പിളർന്ന് ഭീമസേനൻ ചോര കുടിക്കുന്നുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, നേരെ മറിച്ച് ഒരുത്തൻ്റെ ഹൃദയം ചീന്തി തിന്നുന്ന ഒരു ബീഭത്സ അവസ്ഥ മറ്റേലില്ല. കാരണം അത് യഥാർത്ഥമായിട്ടുള്ള കാണിക്കലല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമ്മളതിന് ഉദാഹരണം എടുത്ത് ശരിക്കും പറയുക വെച്ചാൽ ഈ പ്രേമരംഗങ്ങൾ സിനിമയിൽ കാണിക്കും ഇല്ലേ? പ്രേമരംഗങ്ങൾ സിനിമ ബ്ലൂ ഫിലിം കാണും ആൾക്കാർ. ഇത് രണ്ടും ഒരുപോലെയാണോ? അല്ല. അപ്പോൾ വയലൻസ് കലാപരമായിട്ട് ഇപ്പോൾ പഴയ പത്മരാജൻ്റെ ലോറി സിനിമയിൽ അതുപോലെ തകര സിനിമയിലൊക്കെ വയലൻസ് ഉണ്ട്. പക്ഷെ അത് കാണിക്കുന്ന രീതിക്ക് ഒരു ഈസ്തറ്റിക്സിൻ്റെ തലമുണ്ട്. അത് റിയലിസ്റ്റിക് അല്ല. ഇത് സിനിമയിൽ ഇങ്ങനെയുള്ള സ്വാധീനമുണ്ടെന്നും അതിന് ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളത് ശരിയാണല്ലോ, ഒരു തർക്കമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു പറ്റും. റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുമ്പോൾ സിനിമ ഒരു റിയലിസ്റ്റിക് ആർട്ടാണ്, തർക്കമില്ലല്ലോ. അതിന് ഭയങ്കര ഇമ്പാക്റ്റ് കൂടും.
അപ്പം നമ്മൾ ബ്ലൂ ഫിലിം കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതേസമയം സിനിമയിലെ വയലൻസ് കാണിക്കുന്നത് ശരിയാന്ന് പറയുമ്പോൾ ചക്സ് കാണിക്കുന്നത് പച്ചയായിട്ട് കാണിക്കുന്നത് തെറ്റും, വയലൻസ് പച്ചയായിട്ട് കാണിക്കുന്നത് ശരിയല്ല. അപ്പോൾ രണ്ടും കാണിക്കുന്നതിന് ഒരു അളവുണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അതാണ് ഈ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുമ്പോൾ. മറ്റ് കാണിക്കുമ്പോൾ ഉണ്ടാവില്ല. കാരണം മറ്റേൽ അത് ആർട്ടിൻ്റെ ആവിഷ്കാരത്തിൻ്റെയൊക്കെ പ്രശ്നം. പിന്നെ വേറൊരു കുഴപ്പം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എനർജിയുടെ എന്താ പറയുക ദുരുപയോഗം. ഭയങ്കരമായിട്ട് എനർജിയുള്ളൊരു മനുഷ്യൻ്റെ എനർജി, യൂത്തിൻ്റെ മൊത്തം എനർജി ചാനലൈസ് ചെയ്ത് വിടുന്നതിന് യാതൊരു പദ്ധതിയും നമ്മുടെ നാട്ടിലില്ല. എന്ത് പദ്ധതിയുള്ള? ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പൊളിറ്റിക്സ് ആകുമ്പോൾ കുറേ എനർജി, അവിടെയും വയലൻസും ഇതുണ്ടായിരുന്നു. ഏത് വയലൻസ് ഒഴിവൊക്കെ ലഹരിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. ലഹരി ഒരളവ് വരെ പണ്ട് പൂരം എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ പൂരം എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് പൂരം എന്ന് പറയുക. പൂരത്തല്ല്, പൂരത്തെറി, ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് പറയാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കംപ്ലീറ്റ് ആളുകൾക്ക് റെസ്ട്രിക്ഷനാണ്. കാരണം വരെ പേടിക്കുക, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. ആ വിലക്കിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചാടൽ മാത്രമാണ് എന്ത് ഈ ഫ്രീഡം. പൂരോ പെരുന്നാളോ അല്ലെങ്കിൽ ഓണോ വിഷു അതിലോ എന്തെങ്കിലും ആവട്ടെ, അതിപ്പോൾ എല്ലാ ദിവസമായി. ഇതിപ്പോൾ എല്ലാ ദിവസമായി. നിങ്ങളുടെ അത് റിലേറ്റിവിറ്റി പോയി ഫ്രീഡത്തിൻ്റെ. ഫ്രീഡം മനസ്സിലാവണമെങ്കിൽ എന്തുണ്ടാവണം? കുറച്ച് കൺസ്ട്രെയിൻസ്, റെസ്ട്രിക്ഷൻ ഉണ്ടാവണം. റെസ്ട്രിക്ഷൻ ഇല്ല, യു ക്യാൻ ഡു എവരിതിങ്. അല്ലെങ്കിൽ എൻ്റെ മൗലികാവകാശമാണ്. അപ്പോൾ 18 വയസ്സായവന് ഇപ്പോൾ 2 കാര്യങ്ങളേ ഉള്ളൂ. 18, ഒന്ന് കല്യാണവും പിന്നെ ഒന്ന് വോട്ടവകാശമാണ്. ആ ബാക്കി സകല തിന്മയും ഒരു 10 വയസ്സാകുമ്പോഴേക്കും തുടങ്ങും. വീഡിയോ വലിക്കുക, എന്താ കുഴപ്പം? അപ്പോൾ 10 വയസ്സിന് വീഡിയോ വലിക്കുന്ന 10 വയസ്സിന് വോട്ട് ചെയ്തൂടെ? ബാലാവകാശം എന്ന് പറഞ്ഞിട്ട് ഈ അവകാശം എന്ന് പറഞ്ഞാൽ അത് പണ്ട് സഞ്ജയൻ്റെ ഒരു കാർട്ടൂൺ വന്നിരുന്നു. അതായത് മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ വാള് കൊടുക്കണം ഭരിക്കാൻ വേണ്ടി. ഈ വാളിൻ്റെ പിടിക്ക് ഉത്തരവാദിത്വം എന്ന് പേരുണ്ടെന്ന്. അപ്പോൾ ഫ്രീഡം ആണെങ്കിൽ ഫ്രീഡത്തിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചാലോ? അപ്പോൾ ഫ്രീഡം കൊടുക്കുന്ന അതാണ് ഈ 18 വയസ്സായതിന് വോട്ടവകാശം. ഈ 18 വയസ്സാണ് വോട്ടവകാശൻ്റെ അടുപ്പ് ആ വോട്ട് ചെയ്തിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ നമുക്കറിയാം. അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ഈ തലമുറയ്ക്ക് അതാ പറഞ്ഞ ബന്ധനത്തിൽ നിന്നാണ് ഫ്രീഡം. ബന്ധനം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഫ്രീഡം? നിങ്ങൾക്ക് ഫ്രീഡം മനസ്സിലാവില്ല. അപ്പോൾ പിള്ളേർ ചെയ്തു തുടങ്ങും. പിന്നെ ഇതിനെ പറ്റിയിട്ട് ചോദിക്കാൻ പാടില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് ഹൈക്കോടതി വരെ പറഞ്ഞല്ലോ. ഇപ്പോൾ കുട്ടികളെ പേടിച്ചിട്ടാണ് മാഷന്മാർ പഠിപ്പിക്കുന്നത്. കാരണവന്മാർക്ക് തെറ്റ് പറ്റാം, ഇല്ല. പക്ഷെ ആ തെറ്റ് പറ്റലിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതാണ് അവരുടെ അനുഭവം കൊണ്ട് അവർക്ക് അറിയാം ഇന്ന വഴി കൂടെ പോയാൽ ഈ കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ റിയലിസ്റ്റിക്കായിട്ട് പിന്നെ വിർച്വൽ ഈ ലഹരിയുടെ പ്രചാരം നടക്കുന്ന മുഴുവൻ വിർച്വലായിട്ടാണ്. പക്ഷേ ലഹരിയുടെ പ്രചാരം വിർച്വലാണെങ്കിലും ലഹരിയുടെ ഉപയോഗം വിർച്വൽ അല്ലാതെ ആക്ച്വലാ അല്ലേ? വിർച്വലായിട്ടുള്ള മീഡിയ കൂടെ എത്ര നല്ല കാര്യങ്ങൾ വിർച്വൽ മീഡിയ കൂടെ പ്രചരിപ്പിക്കാം. അതിന് പകരം ഈ സാധനം മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നത് ആരുടെ കുഴപ്പമാണ്? ആരുടെ കുഴപ്പമാണ്? മുതിർന്നവൻ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കംപ്ലീറ്റ് ഫ്രീഡം. പകലെങ്ങനെയാണെന്ന് അച്ഛനമ്മയും 2 പേരും വീട്ടിൽ നിന്ന് പോയി, ജോലിക്ക് പോയിടയ്ക്കാച്ചാൽ പോയി. പിന്നെ കുട്ടികൾക്കാരല്ല, കുട്ടികൾ അവരുടെ വഴിക്ക് പോയി. കുട്ടികൾ അവർ വഴിക്കുമ്പോൾ അവരവർക്ക് അവരവരുടെ ഫ്രീഡം. അതാണ് സിനിമയിൽ ഇപ്പോൾ പ്രമേയമില്ലല്ലോ. അതായത് സിനിമയിൽ പ്രമേയമില്ലാത്ത എന്താ? മനുഷ്യബന്ധങ്ങളില്ല. മുൻകാലങ്ങളിലൊക്കെ സിനിമ പിടിക്കുമ്പോൾ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം അല്ലെങ്കിൽ സമൂഹത്തോടൊരു കടപ്പാട്, സമൂഹത്തിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. TCM ഇപ്പോൾ ഈ ചർച്ച വെച്ചു. എന്തിനത്? ആസ് എ മീഡിയം, ഇതൊരു മീഡിയ, ഒരു മാധ്യമത്തിന് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഗൗരവതരമായ വളർന്നു വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ നാളത്തെ ഈ സമൂഹത്തെ നടത്തേണ്ട ആൾക്കാരാണ്. അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയ്ക്കെതിരെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കാൻ നമ്മൾക്ക് ആസ് എ മീഡിയം നമ്മൾക്ക് ബാധ്യതയുണ്ട്. കാരണം സമൂഹത്തിൽ നിന്നാണ് നമുക്കെല്ലാം കിട്ടുന്നത്. വിദ്യാഭ്യാസം കിട്ടുന്ന സമൂഹത്തിൽ നിന്നാണ്, അറിവ് കിട്ടുന്ന സമൂഹത്തിൽ നിന്നാണ്. ഈ സമൂഹത്തോട് അല്ലേ കലാകാരൻ്റെ പ്രതിബദ്ധത, അല്ലെങ്കിൽ പിന്നെ എവിടെയാണ്? അപ്പോൾ സമൂഹ വിരുദ്ധമായിട്ടുള്ള കലകൾ, അത് സിസ്റ്റർ ചൂണ്ടിക്കാട്ടി. അതായത് ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ലഹരി മാഫിയ പ്രചരിപ്പിക്കുന്നുണ്ട്. ലഹരിയുടെ ദൃശ്യം കാണിക്കുമ്പോൾ ലഹരി പരാജയപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് എങ്കിലും ഈ ദൃശ്യം കാണിക്കുമ്പോൾ അപക്വമായ മനസ്സുകളിൽ
ഇത് എന്ത് ചെയ്യുക, അനുകരിക്കാനുള്ള പ്രവണത ഉണ്ടാവുകയും അങ്ങനെ അവർ നശിപ്പിക്കുകയും ചെയ്യാന്നൊരു ഗൂഢതന്ത്രമുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഇതെത്രയേ ഉള്ളൂ, രാമായണം വായിച്ചാൽ രാമനെ പോലെ പ്രവർത്തിക്കണോ രാവണനെ പോലെ പ്രവർത്തിക്കണോ, അത് അങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്നൊന്നും കവി പറഞ്ഞിട്ടില്ല. 2 ക്യാരക്ടറാണ് പറഞ്ഞിട്ട് വരാം. ഈ രാവണനെ പോലുള്ളവരെ കാണിക്കുമ്പോഴാണ് ഇപ്പോൾ കട്ട ഹീറോയിസം വരുന്നത്. അപ്പോൾ കൂടുതൽ പേർക്ക് രാവണനിലേക്ക് പോകാനുള്ള ചിന്ത, അങ്ങനെവർക്ക് പോവാം, ആരും വേണ്ട പറയുന്നില്ല. ഈ പ്രതിബദ്ധത നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ സമീപ നാളുകളിലെ സിനിമകളിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. സമൂഹത്തിന് നല്ല സന്ദേശം നൽകണമെന്നൊന്നുമില്ല. അല്ല, സന്ദേശം മാത്രമല്ല മഹേഷ്, ഇതില്ല ഏത് മനുഷ്യ പ്രണയം, അത് കഴിഞ്ഞ വിരഹം വരുമ്പോഴേ എന്ത് മനസ്സിലാവുള്ളൂ, ആ മറ്റേ ആളോട് എനിക്ക് എത്ര അനുരാഗം തീവ്രമെന്ന് മനസ്സിലാവുള്ളൂ. വിരഹം ഇല്ല, പ്രണയം, തൻ്റെ വഴിക്ക് പോകാൻ ഞാൻ എൻ്റെ വഴിക്കും പോവുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് മനുഷ്യബന്ധം? വിരഹമില്ല, സങ്കടമില്ല, ഒന്നുമില്ല, മനുഷ്യബന്ധങ്ങൾ യാതൊന്നുമില്ല. കേവലം ഫിസിക്കലായിട്ടുള്ള പ്രണയമല്ല, പലതും സെക്സ് മാത്രമാണ്. സെക്സ് തെറ്റൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അത് മാത്രമാകുമ്പോൾ ഇതാ ചങ്ങടാ വീട പോയി. അപ്പോൾ ആട്ടങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പട്ടികളുടെ കൂട്ടത്തിൽ സെക്സ് കഴിഞ്ഞ് പോയി. വേണുനാഗവളിയുടെ സിനിമയിലെ വിരഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കളിയാക്കും. അതെ, ഉൾക്കടൽ. അപ്പൊ വിരഹം ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല. അപ്പൊ വിപ്രലംബ ശൃംഗാരം പഴയ ഭാഷ പറഞ്ഞില്ല. ഒരു സങ്കടമില്ല, അച്ഛനമ്മയും മരിച്ചു, അച്ഛനമ്മയും ചത്തോട്ടെ, ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ച പിന്നെ എവിടെയാ കല? ഇതിൽ സ്വയം തന്നെ ഇങ്ങനെ സിനിമ ചെയ്യുന്ന സംവിധായകർക്ക് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, സമൂഹം ഞാൻ മൂലം വഴിതെറ്റി പോകരുത്, അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കാൻ കഴിയണം, സമൂഹത്തിന് സന്ദേശം കൊടുക്കാൻ കഴിയണം. ഇതില്ലേ സന്ദേശം എന്ന സിനിമയിൽ പോലും ഒരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതില്ല. അതൊരു വലിയ പകപ്പിടമല്ലേ? അവർ ഒരു തരത്തിൽ സന്ദേശം കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം. ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ആ ഒരു ശ്രമത്തിനിടയിൽ പണം ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഈ ലോബികൾക്കൊക്കെ ഇവർ അടിമപ്പെടുകയാണ്. ഇവർക്ക് മെറ്റീരിയലിസ്റ്റിക് പ്രോഫിറ്റ്, 100 കോടി ക്ലബിൽ കയറുക, 50 കോടി ക്ലബിൽ കയറുക. ഇപ്പോൾ മമ്മൂട്ടിയുടെ ലേഡീസ് പേഴ്സ്, ജെൻറ്റിൽമാൻ ആൻഡ് ലേഡീസ് പേഴ്സ്, അത് 4ാമത്തെ നിരയിലെത്തിയുള്ളൂ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി പറഞ്ഞു ആയിക്കോട്ടെ ബാക്കിയുള്ളവരൊക്കെ കയറിപ്പോണ്ടല്ലോ എന്നൊക്കെ പറയുന്ന അത് ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 100 കോടി ക്ലബിൽ കയറാതെയും കയറി എന്ന് പറഞ്ഞ് നുണ പറഞ്ഞും. അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷ്യമായി മാറുകയാണ്. എൻ്റേത് കൂടുതൽ പണം വാരി അല്ലെങ്കിൽ കൂടുതൽ പ്രശസ്തമായി എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ വരുമ്പോൾ കുറേയേറെ ഇവർ അടിമപ്പെടുകയാണ് ഇത്തരം ലോബികൾക്ക് കൂടി. ഞാൻ ആശ പറഞ്ഞ ഒരു കാര്യം, യൂത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവരിൽ എനർജി ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചോദിക്കും, ഞാൻ പല സമയത്തും യൂത്തിൻ്റെ സൈഡ് നിൽക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ത് ലോകമാണ് നമ്മൾ അഡൾട്ട്സ് യൂത്തിന് കൊടുത്തിരിക്കുന്നത്? അവരോട് പറയാണ് ഫ്രഷ് എയർ ഉണ്ടാവില്ല കേട്ടോ ഇനി കുറച്ച് കൊല്ലം കഴിയുമ്പോൾ, ഫ്രഷ് വാട്ടർ കിട്ടില്ല കേട്ടോ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ. ഇങ്ങനെ ഒരു മുരടിച്ച ഒരു നഷ്ടം മാത്രമുള്ള ഒരു ലോകത്തെ കാണിച്ചു കൊടുത്തിട്ട് അവരെ ഭീതിപ്പെടുത്തുകയാണ്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഈ ലോകത്ത് അധികം കാലമൊന്നും ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ട, അപ്പോൾ ഉള്ള കാലം അടിച്ചു പൊളിക്കുക. അതിന് ഏറ്റവും നല്ലത് MDMA ആണെങ്കിൽ എന്നാൽ അങ്ങനെ ആവട്ടെ, സുഖത്തിൻ്റെ മാക്സിമം. അത് കഴിഞ്ഞ് വരുന്ന പരിണിത ഫലങ്ങൾ അറിഞ്ഞാലും ഇതാണ് ബോധം. പറഞ്ഞില്ലേ, ബോധം ഉണ്ടായിട്ട് കാര്യമില്ല. അവർ ബോധത്തോടു കൂടി ചെയ്യുന്നവരുമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇനി അധിക കാലം ജീവിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ അവസാനം അങ്ങനെ ആയിരിക്കാം, ഉള്ള കാലം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മളാണ് അങ്ങനെ ഒരു ലോകം അവരുടെ മുൻപിൽ കൊടുത്തത്. അതുകൊണ്ട് പലപ്പോഴും യൂത്തിനോട് സഹതപിക്കേണ്ട ഗതികേടാണ് വരുന്നത്. ഇതിനെയൊക്കെ ഞാൻ കണ്ടെത്തിയ ഒരു പ്രിൻസിപ്പളായിരിക്കുമ്പോഴും ഈവൻ അതർവൈസും ഞാനൊരു മീഡിയ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഞാൻ ശക്തിയുക്തം പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ കോളേജുകളിലും എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ട് മീഡിയ ക്ലബ്ബുകൾ ഉണ്ടാക്കണം. എന്തിനാണ്? ഇത്തരം സിനിമകൾ വരെ പോയി കാണട്ടെ. കാണരുതെന്ന് പറഞ്ഞാൽ ഇവർ കാണും. മാർക്കോ കാണരുതെന്ന് പറഞ്ഞാൽ അവർ 10 പ്രാവശ്യം പോയി കാണും. അപ്പോൾ പിന്നെ ഇപ്പോൾ OTT വരില്ല എന്ന് പറഞ്ഞു, പക്ഷേ സുന്ദരമായിട്ട് പ്രൈം വീഡിയോയിൽ ഹിന്ദി മാർക്കോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി, ഞാൻ തിയേറ്ററിൽ കണ്ടതാണെങ്കിൽ പോലും. അപ്പോൾ അതിലെ രംഗങ്ങൾ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി പോകുന്ന റിയലിസ്റ്റിക് ഒന്നും അല്ല. ശരിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ കൊണ്ടുപോയിട്ട് പിന്നെ അതിനെ വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തമാശ തോന്നും സത്യത്തിൽ. പക്ഷേ ഇത് കാണാൻ ഇപ്പോഴും പറ്റുന്നുണ്ട്, അവർ കാണും. എന്തായാലും നോ പറഞ്ഞാൽ അവർ കൂടുതൽ കാണും. അപ്പോൾ MDMA ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ഉപയോഗിക്കും. അതുകൊണ്ട് ബോധവൽക്കരണം കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് മീഡിയ ക്ലബ്ബുകൾ ഉണ്ടായാൽ ഈ സിനിമകളൊക്കെ കൊണ്ടുവന്ന് അത് ചർച്ചയ്ക്കിടണം. ഈ യൂത്ത് തന്നെ അവർ പറയുന്ന ആശയങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ ഉള്ളിലുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ. ലെറ്റ് ദം സ്പീക്ക് ഔട്ട്.
ഞാൻ ഈ കംപ്ലൈൻറ്റ് ബോക്സിനെ ഷെയറിംഗ് ബോക്സ് എന്ന് പേര് വെച്ചിട്ട് ഇട്ടത് കുട്ടികളിൽ നിന്ന് പുറത്തേക്ക് വരാൻ. അവർ കുറേ എന്നെപ്പറ്റിയും കുറേ മോശം എഴുതും, ഞാനും ഹോസ്റ്റൽ വാർഡനും തമ്മിൽ മോശം ബന്ധമാണെന്നവരൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് ആദ്യമൊക്കെ ഷോക്കാവും, പിന്നെ ഞാൻ ചിരിക്കും. ലെറ്റ് ദം കം ഔട്ട്, സ്പീക്ക് ഔട്ട്, എന്നാലല്ലേ നമുക്ക് അവരെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. രോഗം എന്താണെന്ന് പിടികിട്ടണ്ടേ. അപ്പോൾ ആ ഒരു ഡെമോക്രാറ്റിക് ലെവല് അത് സ്കൂളുകളിലും കോളേജുകളിലും വീടുകളിലും ഒക്കെ ഉണ്ടാവണം. ചർച്ച. എൻ്റെ വീട്ടിലെ അമ്മ പണ്ടത്തെ സിനിമകളാണ് ഭക്ഷണത്തിന് ചർച്ചയ്ക്ക് എടുക്കുക. ഉമ്മറിൻ്റെയും പ്രൈം മിനിസ്റ്ററിൻ്റെയും ഒക്കെ. ആൺമക്കളെ നോക്കാൻ അമ്മ കണ്ടെത്തിയൊരു വഴിയാണ്. എല്ലാ സിനിമകൾക്കും അപ്പൻ കൊണ്ടുപോകും, രാത്രി പാതിരയ്ക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അത് അങ്ങനെ സിനിമ കാണുന്നത് ഇന്ന് അമ്മ മുതലെടുക്കുന്നത് ഇങ്ങനെയാണ്. അമ്മ ചോദിക്കും, എടാ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ ഉമ്മറിനെ എന്ത് ഗുണമുണ്ടായി പ്രൈം മിനിസ്റ്ററിന്? അന്ന് അങ്ങനത്തെ സിനിമകളാണ് ഇറങ്ങുക, ഇന്നത്തെ പോലെയല്ല. പക്ഷേ ആ ചർച്ചകളാണ് ഞങ്ങളെ ഹൃദയം കൊണ്ടും ബ്രെയിൻ കൊണ്ടും ബുദ്ധി കൊണ്ടും സിനിമകൾ കാണണം. ഈസ്തറ്റിക് സെൻസ് ഇറ്റ്സ് ദെയർ. പക്ഷേ അതോടുകൂടി തന്നെ നമ്മുടെ ഹോൾ ശരീരത്തോടു കൂടി നമ്മളത് കാണുമ്പോൾ കുറേ വെളിച്ചങ്ങൾ കിട്ടും നമുക്ക്. കുട്ടികളിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ മീഡിയ ക്ലബ്ബ് വിമലയിലായിരുന്നപ്പോഴും സെൻറ്റ് മേരീസിലായിരുന്നപ്പോഴും ഫിലിം ക്ലബ്ബുകളുണ്ടായി. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തുമാത്രം ഐഡിയാസും ഈ കുട്ടികൾ തന്നെ ചിന്തിക്കുന്നത്. അത് നെഗറ്റീവാണ്. നായകൻ 100% നന്മയുള്ളവനായിരുന്നു. സിനിമയിൽ വിജയിക്കാൻ വേണ്ടി നായകനും ചിലപ്പോൾ നായകൻ തന്നെ പറയുന്നുണ്ട്. മോഹൻലാൽ പറയുന്നില്ലേ, ചെറിയ തിന്മയും ചെറിയ തിന്മയും. ചില ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ മാർഗം നോക്കേണ്ടതില്ല നായകൻ പറയുകയാണ്. അതെന്ന് പറയും. സാർവത്രികതയുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് മൊബൈല് മറ്റേ ടെക്നോളജി വളർന്നതോടെ എല്ലാ മീഡിയയും സാർവത്രികമായി. പണ്ട് എങ്ങനെയാ വെച്ചാൽ മൂവി ക്യാമറ കണ്ടിട്ടുള്ളത് കേരളത്തിൽ 2 പ്രൊഡ്യൂസർമാരേ ഉള്ളൂ. അത് കുഞ്ചാക്കോവും സുബ്രഹ്മണ്യമാണ്. അപ്പോൾ അവർ വിചാരിച്ചൊരു സിനിമയിൽ വരുള്ളൂ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് സമൂഹത്തിന് ഒരു ബോധം കൊടുക്കുന്ന സിനിമകൾ ഉണ്ടാക്കണമെന്ന് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനൊരു കമ്മിറ്റ്മെന്റ് ഒരു കാലം ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റ്മെന്റ് നേരത്തെ സിസ്റ്റർ പറഞ്ഞോളൂ, ഈ ബോക്സ് ഓഫീസിനോട് മാത്രമായപ്പോൾ ഈ 100 കോടി ക്ലബ്ബ്, അപ്പൊ കാശുണ്ടാക്കുക, എങ്ങനെയും കാശുണ്ടാക്കുക എന്ന സാധനത്തേക്ക് മാത്രമായപ്പോൾ എങ്ങനെ ഉണ്ടായാലും കാശുണ്ടാവും. മറ്റോ നശിക്കണ്ടോ എന്നുള്ള വിഷയമില്ല, അവനവന്റെ മകൻ നശിക്കണ്ടോന്ന വിഷയം. കാരണം ഇതിപ്പോ ലഹരി മാഫിയയുടെ മനസ്സ് തന്നെ മാറുകയാണല്ലോ. ലഹരി മാഫിയക്ക് ചിന്താഗതി തന്നെയാണല്ലോ. അല്ല, നിങ്ങളെ ചൂണ്ടുമ്പോ നിങ്ങളുടെ മകന് മയക്കുമരുന്ന് കൊടുക്കുമ്പോ എന്റെ മകനും കിട്ടാം. ഈ കിട്ടിയാലും രാവിലെ എനിക്ക് കാശുണ്ടായാൽ മതി എന്ന് അങ്ങനെ ഒരു സാധനത്തിലേക്ക് മാറി സകല മൂല്യങ്ങളെയും ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഇനിയിപ്പോൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ നടക്കില്ല. അത് നടക്കുന്ന പ്രശ്നം അതല്ല പറഞ്ഞത് അതല്ല. ബോധവൽക്കരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിൽ നിന്ന് അവരെ എങ്ങനെ പിന്തിരിപ്പിക്കുക, അതാണ് ഇനി ചിന്തിക്കേണ്ടത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിൽ നിന്ന് അവരെ എങ്ങനെ പിന്തിരിപ്പിക്കുക. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് കുറക്കാലം ജീവിച്ചിരിക്കണം എന്ന് ബോധമുള്ള സസ്റ്റനൻസ്, നിലനിൽപ്പ് എനിക്ക് 5 കൊല്ലം മതി, ഞാൻ അടിച്ചു പൊളിച്ച് ഞാൻ തൂങ്ങിച്ചത്തോളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളോട് എന്താ പറയുക? ലക്ഷ്യം കൊടുക്കണം. അല്ല മോനെ, ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് വേറെ ലക്ഷ്യങ്ങളുണ്ട്, ജീവിതത്തിൽ സ്നേഹങ്ങളുണ്ട്, ജീവിതത്തിൽ നിനക്ക് ഇതല്ലാതെ കണ്ട് കിട്ടാവുന്ന വേറെ ലഹരി ഉണ്ട്, ആരോഗ്യകരമായ ലഹരി ഉണ്ട് എന്നുള്ളത്. അപ്പൊ കോൺഷ്യസ് ആയിട്ട് അവനെ എന്ത് ചെയ്യാനേ പാടുള്ളൂ, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പറ്റുള്ളൂ, മറ്റു പറ്റില്ല. ഞാൻ ചോദിക്കുന്നു പറയാം, ഈ സിനിമകളെല്ലാം പലരും കണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് പുറത്തു വരുന്നത്. ഈ മാർക്കോ അതുപോലെ തന്നെയാണ് പുറത്തു വന്നത്. ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ പല രീതിയിൽ മാറ്റി പറയുന്നു. ഇതുപോലെ ഈ മയക്കുമരുന്ന് എങ്ങനെ ഉപയോഗിക്കുന്നു, കൈത്തണ്ടയിലിട്ട് പൊടി ഇത് ഉപയോഗിക്കുന്ന രീതി, കഞ്ചാവ് എങ്ങനെ ചുരുട്ടി വലിക്കാം, ഇതെല്ലാം ഇവരെല്ലാം സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇത്തരം രംഗങ്ങൾ ഒഴിവാക്കി തന്നെ പുറത്തു കൊണ്ടുവന്നുകൂടെ? പല രംഗങ്ങളും ഇത് പൊതുജനത്തിന് മുന്നിൽ കാണിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞപ്പോഴും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതിന് മാത്രം അനുമതി? നിയമപരമായിട്ടൊരു ഞാനൊരു പോസിറ്റീവ് സൈഡ് പറയട്ടെ. ഇങ്ങനെയാണ് ഈ സാധനം ഉപയോഗിക്കാമെന്ന് മനസ്സിലായിട്ട് അതിൻ്റെ തരിയും പൊടിയോ അതല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ATM കാർഡിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ മറ്റേതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കുന്ന ആൾക്കാർ, അമ്മമാരാണധികം ആ പണിക്കത്ത് ചെയ്യാം, അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആ സിനിമയിൽ കണ്ട സാധനമല്ലേ ഇത്, എൻ്റെ മോനും കൂടി ഉപയോഗിക്കണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതൊന്നും നമുക്കറിയില്ല. ലഹരിയുടെ ഒരു കുഴപ്പം പറഞ്ഞ ഇത് ഉപയോഗിക്കുന്നവനിൽ മണോ അങ്ങനെ ഒരു ലക്ഷം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവന്റെ പെരുമാറ്റത്തിൽ ഡിസോർഡർ വരുമ്പോഴാണ് മനസ്സിലാവണം ഇത് കഴിച്ചിട്ടാണ്. അല്ല, പക്ഷെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിത് സാധനം അറിയില്ല. സർക്കാർ കൂടെ നമ്മളെ കാണിച്ചിട്ടില്ല എങ്ങനെയാണ് ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ എങ്ങനെ ഉപയോഗിക്കുന്നു നമുക്കറിയില്ല. നമ്മൾ കാണുന്നത് എങ്ങനെയാണ് സിനിമയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിൽ പോസിറ്റീവാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ 3 പേരും എൻ്റെ മുടിയും നരച്ചതാണ്, 50 കഴിഞ്ഞതാണ്. അപ്പം ഇൻ യുവർ യൂത്ത് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഇൻ യുവർ ഓൾഡ് ഏജ് യു വാണ്ട് ടു ചേഞ്ച് ദ യൂത്ത്. നടക്കില്ല അത്.
കാരണം നമ്മൾ വിചാരിച്ച യൂത്ത് മാറാൻ പോണില്ല. യൂത്ത് ആണ് ലോകത്തെ മാറ്റാൻ ഇന്നും ഉണ്ടാവുക. കാരണം അവരുടെയാണ് ലോകം, നമ്മളെ കയ്യിൽ നിന്ന് പിടിവിട്ട് വരും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആയുസ് കൂടിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുക, നമ്മൾ 70 കഴിഞ്ഞാലും ഇരിക്കുകയാണ്, 80, 90 വരെ ഇരിക്കുക, അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളവിടെ യൂത്ത് ആവാണ് വേണ്ടത്. നമ്മൾ അവരോടൊപ്പം ലോകത്തെ മാറ്റിമറിക്കാൻ മാറണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ തൃശ്ശൂർ ടൗണിൽ ഞാൻ നോക്കുകയാണ്, കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ എത്രത്തോളം തുണിക്കടകളും, അത് തുണിക്കട പോട്ടെ, ഭക്ഷണശാലകൾ വന്നിട്ടുണ്ട്. പല ടൈപ്പ്, ഈവൻ വെജിറ്റേറിയൻ അടക്കം നല്ല തിരക്കാണ്. ഒരു 5-8 വെജിറ്റേറിയനാണ്, പക്ഷെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫുഡില്ല കേട്ടോ, അതുപോലെ ഉണ്ടാക്കേണ്ട അവൈലബിലിറ്റി ഇല്ല കേട്ടോ. അത് പഠിക്കാനുമുള്ള യൂട്യൂബ് തൊട്ട് സൂപ്പർ മാർക്കറ്റ് വരെ എല്ലാം ഉണ്ട്. നമ്മൾ 1 തവണ 2 തവണയൊക്കെ ഉണ്ടാക്കി പഠിച്ചു, കേക്ക് അടക്കമുള്ള സാധനങ്ങൾ. പക്ഷേ നമ്മൾ എവിടേക്ക് തന്നെയാണ് പോണത്? നമ്മൾ പോണത് ഈ ഇതിലേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ടേസ്റ്റ് മാറ്റേഴ്സ്, നമുക്ക് എപ്പോഴും രുചിഭേദങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എപ്പിക്യൂർ മെയ്മനസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾക്ക് എത്ര സന്തോഷം പല ലെവലിൽ കിട്ടിയിട്ടും എനിക്ക് പോരാ, എനിക്ക് ഡോപ്പോമിൻ റൈസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ എക്സ്ട്രീം ലെവലിൽ, അതാണ് ഈ സെക്ഷൽ ഫാൻറ്റസിയിലൊരു സാധനമാണ് കഴുത്തിൽ ഇതിട്ടിട്ട് കൊല്ലുക എന്നുള്ളത്. അത് അവനവനെ തന്നെ കൊല്ലണ ലെവൽ വരെ എത്തിക്കും. ഈ ഇവിടെ അങ്ങനെ മുറുക്കിയിട്ട് തൂക്കിക്കൊല്ലണം, ആ തൂക്കി മരിക്കുന്ന ലെവലിൽ ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ ഒരു സെക്ഷൽ ഓർഗാസത്തിനേക്കാൾ കൂടുതലൊരു ഓർഗാസിക് ഇത് പ്ലഷർ കിട്ടും. അത് പക്ഷേ ആ പോയിന്റ് അറിയാതെ നമ്മളത് വിട്ട് കഴിഞ്ഞാൽ, വിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അതല്ല വിട്ടാൽ നമുക്കതങ്ങനെ. പക്ഷെ അങ്ങനെ വേറെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന്, അങ്ങനെ ഒരു കുട്ടി മരിച്ച കേസും ഈ കേരളത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പ്ലഷർ പോരാ, ഡോപ്പോമിൻ പോരാ. എന്താ മെത്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്? ഡോപ്പോമിൻ ഹൈക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ അഡിക്റ്റഡ് ആവാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് എങ്ങനെയാ വെച്ചാൽ ഈ ഹൈപ്പ് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോഴും സ്പോർട്സ് ചെയ്യുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും നാടകം ചെയ്യുമ്പോൾ ബോഡി, നമ്മുടെ ഫിസിക്കൽ ബോഡീനെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ പറ്റില്ല. അത് ഇഞ്ചെക്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കാവുന്ന സാധനമല്ല. പിന്നെ കുറച്ചൊക്കെ മരുന്ന് കൊണ്ടൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ വിഷയം, അപ്പം മരുന്നും അഡിക്റ്റഡ് ആവും, അല്ലെങ്കിൽ മെത്ത് അഡിക്റ്റഡ് ആവും. ഇത് ഏതെങ്കിലും ഒന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതാണ് ഞാൻ വീണ്ടും വരുന്നത് ഇവിടേക്കാണ്. നിങ്ങളെല്ലാവരും പോയിട്ട് നാളെ കർഷകരാവും, പണിയെടുക്കുന്നല്ല, ട്രാക്ടറും എല്ലാ സാധനങ്ങളും വരട്ടെ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മളുടെ ബോഡി യൂസ് ചെയ്യണം. അത്ര ജോയിൻസാണ് നോക്കുക നമ്മുടെ ബോഡിയിൽ. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കേണ്ട സാധനമല്ലല്ലോ. ഇതിങ്ങനെ പ്രവർത്തിക്കേണ്ട സാധനമല്ലേ. ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും ഒരു എല്ലാം ഇങ്ങനെയല്ലേ. നമ്മളതിന് പൂട്ടിയിട്ടിട്ട് AC കൊടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും, ബോറടിക്കും. നമ്മുടെ കുട്ടികളെ ഏറ്റവും അത് ബോറടിക്കണമെന്നാണ്. കാരണം അവർ ഈ ബോർഡം മാറ്റാനായിട്ട്, ഈ മുഷിഞ്ഞ ജീവിതം മാറ്റാൻ നമ്മളൊന്നും കൊടുക്കുന്നില്ല. ഇവിടെയും അപ്പം അവിടെ നമുക്ക് കൊടുക്കാനില്ല, അറിയില്ല. എന്താണ് എൻ്റെ മകനെ സന്തോഷിപ്പിക്കാൻ, മകളെ സന്തോഷിപ്പിക്കാൻ, മറ്റു കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കൊടുക്കേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന കുറേ പൊട്ടത്തരങ്ങൾ എൻ്റെ പഴയ ജീവിതം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പകരം അവർ പറയട്ടെ. അവർ 3 വയസ്സിൽ മൊബൈൽ ഫോൺ കിട്ടിയാളാണ്, ഞാൻ 30 വയസ്സിലേ കിട്ടിയിട്ടുള്ളൂ. സോ ദേ നോ ദ ടെക്നോളജി മോർ ദാൻ മീ. പക്ഷേ അവർക്കപ്പോൾ പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻ യുവർ യൂത്ത് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ്. അവർ മാറ്റി തരട്ടെ. പക്ഷേ അവർ മാറ്റാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. എന്നാൽ എൻ്റെ തലമുറ, 70കളിലെ തലമുറ AI കണ്ടുപിടിച്ച ആൾക്കാരാണ്. അത് ഇപ്പോഴേ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ എന്ത് കണ്ടുപിടിക്കണം? നമ്മളൊന്നും കൊടുക്കുന്നില്ല, അതിനുള്ള ലഭ്യതയില്ല. എന്തുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന, എൻ്റെ ബ്രെയിനിനെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തുണ്ട് ഇവിടെ? ഒന്നുമില്ല എന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഗോളതലത്തിലേക്ക് അന്വേഷിച്ചു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ യൂത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജും ഫോണും കൾച്ചറും വരുന്നതിൻ്റെ ഒപ്പം വരുന്ന സംഗതികളാണ്. കൊറിയയാണ് യുവാക്കളുടെയും യുവതികളുടെയും മാതൃകാ രാജ്യം എന്ന് പറയുന്നത്. വെച്ചാൽ അങ്ങോട്ട് എത്തിപ്പെടണം, അല്ലെങ്കിൽ അവരെ അനുകരിക്കുന്ന അവരുടെ വസ്ത്രം. ആശ പറഞ്ഞത് ശരിയാ. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് കൾച്ചറാണ്. കല്യാണം കോൺട്രാക്റ്റ് കൊടുത്തു. കല്യാണം വെച്ചാൽ കല്യാണം കഴിക്കണ ചെക്കനും പെണ്ണും കോൺട്രാക്റ്റ് വലിയ അവരവരെ നിൽക്കണമല്ലോ. ബാക്കി സകലതും കോൺട്രാക്റ്റാണ്. കല്യാണത്തിന്റെ സദ്യ കോൺട്രാക്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അതാണ് പറഞ്ഞ പോയിന്റ്. എനിക്ക് തോന്നണം അല്ലേ? ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാ ഉണ്ടാവുക? അത് കേവലം ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല, അതുവഴി നമുക്ക് ഹാപ്പിനെസ്സും കൂടി. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ സ്പാ ഹെൽത്തിന്റെ ഭക്ഷണത്തിന് എന്താ പറയാ, ഈ ഫുഡുകളില്ല, വഴിയുടെ ഭക്ഷണം, അവിടെ കഴിക്കുമ്പോ ഒരു ടുഗദർനെസ് ഉണ്ട്, ഇല്ല. പക്ഷെ അത് കഴിക്കുന്നതിലേ ടുഗദർനെസ് ഉള്ളൂ, ഭക്ഷണം ഉണ്ടാക്കുന്നതിലില്ല. ഉണ്ടോ? ഇല്ല. കല്യാണത്തിന്റെ ഭക്ഷണം അമ്പിസാമിന് അല്ലെങ്കിൽ എവിടുന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടം സദ്യ ഓർഡർ ചെയ്ത ഭക്ഷണം നിങ്ങളുടെ എന്ത് കൊടുത്താലും ഓർഡർ ചെയ്താൽ നിങ്ങളുടെ മുമ്പിൽ സാധനം വരും. നിങ്ങളൊന്നും ചെയ്യണ്ട.
നിങ്ങൾ ആകെ അപ്പോൾ ക്രിയേറ്റീവായിട്ട് നേരത്തെ എന്തിനാ തൂങ്ങി ചാകുമ്പോൾ സെക്ഷൻ്റെ ഇതുണ്ടാവും പറഞ്ഞു, അത് ക്രിയേറ്റീവായിട്ട് സർവ്വ സാധനങ്ങളും കരാറ് കൊടുക്കുകയും ഡിസ്ട്രക്റ്റീവ് എലമെൻ്റായ നാശം മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. പണ്ട് കല്യാണത്തിന് നാട്ടിൽ അതായത് ഒരു ടുഗദർനെസ്, ഭക്ഷണം ക്രിയേഷൻ, ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ക്രിയേഷൻ, ഏറ്റവും വലിയ ക്രിയേഷൻ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. അതുണ്ടാക്കണം, അത് ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ എനർജി യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അഭിപ്രായങ്ങൾ വന്നു. ചീത്ത പറയുമ്പോൾ ചീത്ത സഹിക്കാനുള്ള മാനസിക ശക്തി ഉണ്ടോ? ചീത്ത പറയുമ്പോഴേക്കും പോയിട്ട് തൂങ്ങിച്ചാവില്ല, ചീത്തയൊക്കെ ലോകത്ത് പറയും തന്നെ മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതിന് ശക്തി വന്നു. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്താ, മരിച്ചാൽ നേരെ ശവം സെൻറ്റിലേക്ക് കൊണ്ടുപോണ്. ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ വലിയ നഗരങ്ങളിൽ കാശ് കൊടുത്താൽ കരയാൻ ആൾ വരുത്തറ. അതുകൊണ്ട് നിങ്ങൾ കരയേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിലാരെങ്കിലും വെച്ചാൽ ഞാനെ വന്നിട്ട് മറ്റൊൻ്റെ അമ്മ മരിച്ചല്ലോ ഞാനാ കരഞ്ഞോളൂ, അയാൾക്ക് സങ്കടമൊന്നുമില്ല. അപ്പം ഈ സർവ്വ വികാരങ്ങളും മനുഷ്യൻ എന്ത് ചെയ്തു? കോൺട്രാക്റ്റ് കൊടുത്തു. അപ്പോൾ ഒരു കോൺട്രാക്ട് ചെയ്ത് റോഡ് പണി പോലെ ജീവിതത്തിൽ മുഴുവൻ നശിപ്പിക്കുന്ന സാധനം, അതായത് മയക്കുമരുന്ന് കോൺട്രാക്ട് ഇല്ല, അവനൊന്നും തന്നെ കഴിക്കണല്ലോ, അത് വേറെ ആളുണ്ടാക്കണം. ഈ മാർക്കോലെ വയലൻസ് എന്ന് പറയല്ലേ, അപ്പോൾ ഈ വയലൻസ് നമുക്ക് ആവശ്യമാണ്. ഫണ്ണ് അതിൻ്റെ ആറ്റ്മോസ്റ്റ് ലെവലിൽ, വയലൻസ് അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിൽ. കരഞ്ഞ് പൂട്ടോ ആട്ടക്കലാശം കാണാൻ പോകരുത്, അപ്പോൾ ആ സിനിമ കാണാൻ ഭയങ്കര തിരക്കാണ്. കാരണം എന്താ, അവിടെ വയലൻസ്, അപ്പം അത് കാണാൻ പോകും, അത് ഫണ്ണാ. കാരണം നമുക്കിതൊന്നും നമ്മുടെ ലൈഫിൽ സങ്കടവും കിട്ടുന്നില്ല, ദേഷ്യവും കിട്ടുന്നില്ല, പ്രണയവും കിട്ടുന്നില്ല ഒന്ന്. അപ്പോൾ എന്തെങ്കിലും ആ ഞാൻ നന്നാവാൻ വേണ്ടി, സന്ദേശം വാങ്ങാൻ വേണ്ടി ഇതുവരെ സിനിമ കാണാൻ പോയിട്ടില്ല. ഈ സിനിമയിൽ നിന്ന് എനിക്ക് നല്ല എന്തെങ്കിലും ഒന്നും കിട്ടാൻ വേണ്ടി, ഞാൻ ഉപദേശം കിട്ടാൻ വേണ്ടി പോയിട്ടില്ല. സിനിമ കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വികാരത്തെ അതിലെ വികാരവുമായിട്ട് ഒരു കഥാറിസ് സംഭവിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സമയം ഞാൻ ആ ഒരു ലഹരിയിൽ, സിനിമ എന്ന ലഹരിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ സിനിമ എന്ന ലഹരി എൻ്റെ ഏതെങ്കിലും ഒരു വികാരവുമായിട്ട് അവിടെ ഒരു താരതമ്യം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സീക്കുന്നത്, നമ്മൾ പുസ്തകത്തിൽ സീക്കുന്നത്, പാട്ടിൽ സീക്കുന്നത്, സിനിമയിൽ സീക്കുന്നത്, ജോലിയിൽ സീക്കുന്നത് ഒക്കെയാണ്. പക്ഷേ മോണോട്ടണസ് ആയിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും മെക്കാനിക്കലാവുകയും എല്ലാം പൈസ കൊടുത്ത് കിട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ഒരു ക്രിയേറ്റിവിറ്റിയിൽ നമ്മളില്ല, എവിടെയും ഇല്ല. അപ്പോൾ നമുക്ക് ആകെ വരുന്ന ആ റിസൾട്ട് മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അപ്പം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പം നിന്നാൽ പോരെ എന്നുള്ള സമയത്തിലാണ് അപ്പം കിട്ടി. പക്ഷേ ഈ അപ്പത്തിന് നമുക്ക് മടുപ്പ് വരിക. കാരണം ഈ അപ്പം നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അപ്പത്തിന് നമുക്ക് യാതൊരു രീതിയിലുള്ള ഒന്നുമില്ല, ആ പ്രോഡക്റ്റിനോട് നമുക്ക് യാതൊരു രീതിയിലുള്ള മാനുഷിക ബന്ധം വരുന്നില്ല, ഇമോഷണൽ ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ഇമോഷൻ, ഡോപ്പോമിൻ റൈസ് വരണം, സെറോട്ടിൻ വരണം, അപ്പോൾ ഇതൊക്കെ കൂടാൻ വേണ്ടി ഹാപ്പിനെസ് വരണം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. നടീനടന്മാരുടെ സാമൂഹിക പ്രതിബദ്ധത. നേരത്തെ മുമ്പൊരിക്കൽ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിച്ച മോഹൻലാലിനെതിരെ സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞു തുറക്കുകയാണ്. ചില വിഷയം അല്ല അത് അങ്ങനെ ഇങ്ങനെയാണോ ചെയ്യണമെന്ന് എതിർത്തിട്ടായിരുന്നു. ഈ ചില വിഷയങ്ങളിൽ ചില നായകന്മാർ അവർ പറയും, ഞാൻ ഇത്തരം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ആ സീനിൽ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ ഞാനതിൽ തയ്യാറാവുന്നില്ല. നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ചില നിർമ്മാതാക്കളുടെ നിർബന്ധത്തിന് സംവിധായകർ വഴങ്ങേണ്ടി വരുന്നു, തിരക്കഥാകൃത്തുക്കൾ വഴങ്ങേണ്ടി വരുന്നു, നടീനടന്മാരും വഴങ്ങേണ്ടി വരുന്നു. ഈ കലാകാരന്മാർ, കാലങ്ങളിൽ ഒരുപാട് കലാകാരന്മാർ നമുക്കറിയാമല്ലോ. ഈ ചലച്ചിത്ര കലാകാരന്മാരുടെ ഒരു കാഴ്ചപ്പാട് ഒരു നടൻ എന്ന നിലയിൽ അങ്ങേക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു നടൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആർട്ട് ശരിക്കൊരു സോഷ്യൽ പ്രോഡക്റ്റ് കൂടിയാണ് ആണല്ലോ. അപ്പോൾ സമൂഹത്തിലെ ലഹരിയുടെ ഉപയോഗം സിനിമയിൽ കാണിക്കുന്നത് സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരിക്കലും ഈ നശിപ്പിക്കുന്ന കല എപ്പോഴും ഫുൾഫിൽമെൻ്റാണ്. നശിപ്പിക്കുന്നത്, കാണിക്കുന്നത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അതിരുവിട്ട പ്രകടനം വരുമ്പോൾ ഒരിക്കലും ഈ മയക്കുമരുന്ന് പോലെയുള്ള അത്യപകടകരമായ ഈ സർവത്ര വർജയൽ എന്നാണ്. അതിയായിട്ടൊന്നും കാണിക്കാൻ, അതിയായ അമൃതും വിഷമാണ്, അമൃത് പോലും വിഷമായി തീരും. അപ്പോൾ വിഷം അതിയായ പിന്നെ എന്താണ്ടാവും ചോദിക്കാമല്ലോ. ഇതിൽ നിന്ന് നടന്മാർ വിട്ടു നിൽക്കുക. അവിടെയും നടന്മാർ, അത് വ്യക്തിപരമായ പ്രശ്നം കൂടിയാണ്. എനിക്കിപ്പോൾ ഈ 100 കോടി ക്ലബ്ബ്, എനിക്കൊരു പരസ്യത്തിൽ അഭിനയിച്ച 50 ലക്ഷം രൂപ കിട്ടും. സമൂഹത്തിന് ലഹരി പണിത് അവിടെ ഞാൻ അതിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ കലാകാരൻ അയാളുടെ പ്രതിബദ്ധത എന്ത് ചെയ്യാണ്? അടിയറ വയ്ക്കുന്നത് പൈസയ്ക്ക് വേണ്ടി.
അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് തന്നെയാണ് ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്കുള്ള അഭിപ്രായം. എൻ്റെ അഭിപ്രായം, മറ്റുള്ളവർക്കുള്ള അഭിപ്രായം എന്തോ അത് വേറെ വിഷയം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതിലെ ക്രിയേറ്റിവിറ്റി വരുന്നതനുസരിച്ച് ചർച്ച ഇൻട്രസ്റ്റഡ് ആവുകയും, അല്ലാണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മരം പോലിരുന്ന് സംസാരിച്ചാൽ അതിലതില്ല. ഈ ഇൻ്ററാക്ഷൻ കൊണ്ട് തീ പാറുള്ളൂ. ആ തീയാണ് ലൈഫ്. ലൈഫ് ചൂടല്ലേ. ഒരാൾ മരിച്ചു എന്ന് പറയാൻ അവൻ്റെ ശരീരം തണുത്താവാൻ കഴിഞ്ഞു കഥ. അപ്പോൾ ചൂടാണ് ലൈഫ്. ചൂടുണ്ടാവണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവണം. ഇത് ഫിസിക്കലായിട്ട് ഇവിടെ നിന്ന് നായക്കനാൽ വരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകുള്ളൂ, അവർ നടന്നു പോകൂടെ. അപ്പം അവിടെ പോലും ഫിസിക്കൽ എന്നിട്ട് നടക്കുന്ന കാലത്ത് എന്തിനു വേണ്ടി മോർണിംഗ് അല്ലെങ്കിൽ ക്ലബ്ബിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കുക, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അപ്പം അവനവൻ്റെ ആവശ്യത്തിന് ഇപ്പം ദേഹം ഉപയോഗിക്കുന്നത് സെക്സിന് വേണ്ടി മാത്രം, അത് അവിടെ കൂടാണ്ട് പറ്റില്ല. വേറെ ആളെ ദേഹം ഉപയോഗിച്ചാൽ ഞാൻ തന്നെ പോണ്ടേ, എനിക്ക് ഇതാവാൻ. ബാക്കി സകല കാര്യം ഈ വയലൻസ് കട്ട് ചെയ്യുന്ന സെക്സ് കട്ട് ചെയ്യുന്ന ആ രംഗം സിനിമയിലെ കട്ട് ചെയ്യുന്ന ഒരു ജാഗ്രതയോടുകൂടി ഈ സെൻസർ വയലൻസ് കട്ട് ചെയ്യുന്നുണ്ടോ? വയലൻസ് കാണിക്കാതെ പച്ചയായിട്ട് കാണിക്കുന്നത് മറ്റൊരു പച്ചയായിട്ട് കാണിച്ചൂടെ? അപ്പോൾ എന്താ അപ്പോൾ അങ്ങനെ കാണിക്കാൻ ഈ പച്ചയായിട്ട് കാണിക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുള്ളൂ, യാതൊരു സംശയവും വേണ്ടത്. അപ്പോൾ കല എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ സൗന്ദര്യവശങ്ങളൊക്കെ അത് വേറെ. ഇപ്പോൾ ഒരു പാട്ടുണ്ട്, എന്താ പറയുക, അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം. ഇതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ പാടില്ല, അതാണ് പറ്റുന്നില്ല, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ കൊലപാതകം കത്തി ഇവിടെ വരെ പോകുന്നത് പിന്നെ അയാൾ മരിച്ചെടുത്ത് കാണിച്ചാൽ പോലെ. പിന്നെ ഹോട്ടലമാല പുറത്തേക്ക് എടുത്തിട്ട് അതെന്തിനീ കാണിക്കുന്നത്? അത് ഞാൻ പറഞ്ഞ എപ്പിക്യൂറിയനിസം നമുക്കത് അങ്ങനെ കണ്ടാൽ പോരാ. അതായത് എനിക്ക് വയലൻസ് അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിൽ കണ്ട് അതിൻ്റെ ചോര തെറിച്ച് 3D എഫക്റ്റിൽ എൻ്റെ കണ്ണടയിൽ വീണു എന്ന് എനിക്ക് തോന്നണം. മനസ്സിലായല്ലോ? അങ്ങനെ എനിക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന ലെവലിലേക്ക് നമ്മൾ നമ്മുടെ ആസ്വാദനത്തെ മാറ്റിയെടുത്തു. സമയം പരിമിതികളുകൊണ്ട് ചുരുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ സിനിമയുടെ സ്വാധീനം, ലഹരിയുടെ ഉപയോഗം എന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം. ഏത് രീതിയിൽ മാറ്റാൻ കഴിയും? അപ്പോൾ നമ്മൾ ഒരു പരിധിവരെ നോക്കുമ്പോൾ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വരെയാണ് സിനിമ പോകുന്നത്. ഒരു പക്ഷേ ലഹരി മാഫിയയുടെ ഇടപെടലുകൾ കൂടി സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. നമുക്ക് ചുരുക്കി പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കാം നമ്മുടെ ആ ഒരു സങ്കല്പം മാറുക? സിനിമയിൽ ലഹരി ഉപയോഗം കാണിക്കുന്നത് മാറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കുന്നുള്ള കാരണം ജീവിതത്തിൻ്റെ കോപ്പിയിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമോ ആയിരിക്കും സിനിമയ്ക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിനിമയെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ് ലഹരിയോടുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരിയോടുള്ള, നാച്ചുറൽ ലഹരികളൊക്കെ അവിടെ നിൽക്കട്ടെ, സിന്തറ്റിക് ലഹരിയോടുള്ള സർക്കാരിൻ്റെ സമീപനം അത് എങ്ങനെ അത് എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ എന്നോ ഒരു ശത്രു വരും എന്ന് പറഞ്ഞാൽ എവിടേക്കോ നിർത്തിയിട്ടും യുദ്ധത്തിനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്നതിന് പകരം ഈ ആഭ്യന്തര യുദ്ധം, കാരണം നമ്മളുടെ ഓരോ തലമുറയിലെ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികളുടെ ബ്രെയിനിനെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗിനെ എങ്ങനെയാണ് എതിർക്കേണ്ടതെന്ന് കൃത്യമായി അതിൽ പോളിസി എടുക്കേണ്ടതും അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതും നിയമങ്ങൾ കൊണ്ടുവരേണ്ടതും അത് ഏറ്റവും സയൻറ്റിഫിക്കായ രീതിയിൽ കാണുന്ന എല്ലാവരും മുടി വളർത്തിയ ചെക്കന്മാരെയും ബൈക്ക് ഓടിക്കുന്ന പിള്ളേരെയും അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോയി അവർ മുഴുവൻ ഉപയോഗിക്കണമെന്നല്ല. അതിന് പകരം കൃത്യമായി സയൻറ്റിഫിക്കായിട്ട് അത് അനലൈസ് ചെയ്യണം. മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിയമം വരാതിരിക്കാൻ പറ്റില്ല, അത്രമേൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വിദേശ സ്റ്റൈലിൽ ഇവിടെയും വരുന്നു. അങ്ങനെ നമ്മൾ പോകണം എന്നാണ്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം, അതിൻ്റെ ഉള്ളിലും ഇടനിലക്കാരായി പണം അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ സിനിമയിൽ വരുന്ന പണം ആരുടെയൊക്കെ? ഫിനാൻസുകാരുടെ പണം, രാഷ്ട്രീയക്കാരുടെ പണം, അങ്ങനെ അൺഅക്കൗണ്ടഡ് മണിയല്ലേ. അപ്പോൾ ഈ മെത്തുകാരുടെ പണവും വരുന്നുണ്ടാകും. അപ്പോൾ അത്തരം ഈ പണത്തിൻ്റെ വരവ് അങ്ങനെ പല കാര്യങ്ങളും നോക്കണം. ഇതിന് 100 കോടി ഒരു നടന് അയാൾ ഭൂമി വാങ്ങാൻ പോകുന്നുണ്ടോ, അപ്പുറത്തെ ഗ്രഹം വാങ്ങാൻ പോകുന്നുണ്ടോ? അപ്പോൾ പണവും കുറച്ച് കൊടുക്കണം, പണം കുറച്ച് ജീവിക്കാനും അവർ പഠിക്കണം. അപ്പോഴേ നമ്മളും പണം കുറച്ച് ജീവിക്കാൻ പഠിക്കുള്ളൂ. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ എന്താ പറയുക, മാഫിയ, ലഹരി മാഫിയ ഉണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം അല്ലേ? അല്ലേ? ഈ ഇത്ര വലിയ കള്ളന്മാരെയൊക്കെ പിടിച്ച് ജയിലിലടക്കുന്ന ആളുകൾക്ക് ഇവരെ പിടിക്കാൻ എന്താ പറ്റാത്ത? വൈ കോണ്ട് യു കട്ട് ദ ഫ്ലോ ഓഫ് ഡ്രഗ്സ്? അത് എന്താ പറ്റാത്ത? അത് ആരെ ചെയ്യേണ്ടത്? എനിക്കറിയാറില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് 3 ആൾക്ക് അധികാരം. മുക്കുവര് കടലിൽ കുറച്ച് ദൂരം പോകുമ്പോ അവരെ വെടിവെച്ച് കൊല്ലും. പാകിസ്ഥാനിൽ നിന്ന് ബോട്ട് മെത്തും കൊണ്ട് വന്നപ്പോ ഒരു പ്രശ്നമില്ല. അപ്പൊ ആരാണ് മരക്ക് മരുന്നിന്റെ കാര്യം സെമിനാർ നടത്തുന്നുണ്ട്? ബോധവൽക്കരണം ഞാൻ പറഞ്ഞില്ലേ, ബോധവൽക്കരണമൊക്കെ നിൽക്കട്ടെ. അത് ആരാണ് ഇത് വിചാരിച്ചത് തടയാൻ പറ്റി?
ദോസ് ഹു ആർ അറ്റ് ദ ഹെം ഓഫ് അഫയേഴ്സ്, ഭരിക്കുന്ന ആളുകൾ, ഏത് കക്ഷി എന്നൊരു വിഷയമില്ല, ഒരു കക്ഷിയിൽപ്പെട്ട ആൾക്കാർ അങ്ങനെയില്ല. ഇവർ വിചാരിച്ച എന്താ തടയാൻ പറ്റാത്ത, പറയാൻ പറ്റില്ല, പിന്നെ അവരവിടെ ഇരിക്കില്ല, എന്താ അർത്ഥമുള്ളത്? അപ്പം എന്തുകൊണ്ട് മയക്കുമരുന്ന് മാഫിയയെ, അവരാണല്ലോ ഇപ്പോൾ ഈ സിനിമയ്ക്ക് സിസ്റ്റർ പറഞ്ഞ മാതിരി സിനിമയ്ക്ക് ഉൾപ്പെടെ അവർ ഫണ്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ രംഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നത്. എന്തുകൊണ്ട് ഇത് തടഞ്ഞുകൂടാ? യു കട്ട് ദ ഗാർഡിയൻ നോട്ട്. അപ്പോൾ ആ വേരങ്ങടെ അറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇല്ലണ്ടാവില്ലേ? അതാരാ? അല്ല, ഈ വേരുകൾ ഈ ലൂസിഫർ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഈ രാഷ്ട്രീയത്തിലെ വേരുകളും അതിലേക്ക് എത്തി നിൽക്കുന്നുണ്ടായിരിക്കും എന്നാണ് ആ സിനിമ പറയുന്നത്. പ്രശ്നം അപ്പം എവിടെയാ പ്രശ്നം? കതിരുമ്മ വളം പഴഞ്ചൊല്ലുണ്ടെന്ന്, കതിരുമ്മ വളം വെക്കരുത്. കതിരുമ്മ വളം വെച്ചിട്ട് കാര്യമില്ല, വേരിറക്കണം. എവിടെയാ വേര്? അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലില്ല. ഇവിടെ ഇന്റലിജൻസ് ഇല്ലേ? അല്ല, ഇവിടെ വിഷയമുണ്ട്. ഇതിന് യൂത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. പണ്ട് കേരള കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് രാഷ്ട്രീയ വേദികളും മറ്റ് ചർച്ചാവേദികളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കിന് വേണ്ടിയുള്ള സാധനങ്ങളാക്കി മാത്രം ഈ ചർച്ചകളൊക്കെ മാറ്റണം. നാക്കിൻ്റെ അത് കിട്ടാൻ ഇത് കിട്ടാൻ, അല്ലാണ്ട് കൃത്യമായ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലയോ ഒന്നും അവിടെ ഇല്ല. റെസിസ്റ്റൻസ് കൾച്ചറായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ എന്താ, നമുക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ്. രാഷ്ട്രീയം ഇല്ലാണ്ട് എന്നിട്ട് ക്യാമ്പസിലെ വയലൻസ് കുറഞ്ഞോ? ഇല്ലല്ലോ. രാഷ്ട്രീയമുള്ള ക്യാമ്പസിലെ വയലൻസിൽ അറ്റ്ലീസ്റ്റ് ദേ ആർ ആൻസറബിൾ ടു ദെയർ രാഷ്ട്രീയ പാർട്ടികൾ ആൻഡ് ദേ ഹാവ് ടു കം. അവർ വന്ന് ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഇത് രാഷ്ട്രീയം ഒന്നും പറയാത്ത ക്യാമ്പസുകളിലെ ഈ അക്രമത്തെ ഒരു കുട്ടീനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് അത് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയം അപ്പോഴാണ് എനിക്ക് എൻ്റെ പ്രതിനിധിയാണ് അവിടേക്ക് പോകേണ്ടത്. അപ്പോൾ വോട്ടിങ്ങിലൊക്കെ എനിക്കൊരു തീരുമാനം ഉണ്ടാവുക. അല്ലാണ്ട് ഞാൻ ഇന്ത്യ വിട്ട് പോകാമെന്നുള്ള യൂത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറും. കേരളത്തിൽ ആര് വരണം, എൻ്റെ പ്രതിനിധി ഭരിക്കില്ലെങ്കിൽ, എൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾക്ക് പറ്റിയൊരു കേരളം ഇതായില്ലെങ്കിൽ ഞാൻ കേരളം വിട്ട് പോകുന്നു എന്നല്ല, അവർക്ക് അവിടെ ഇടപെടാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മൾ വേണ്ടത്. നമുക്ക് സിസ്റ്ററിലേക്ക് പോയിട്ട് ചുരുക്കാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ ഈ സിനിമ ഏത് രീതിയിലേക്ക് മാറണം, ഈ സ്വാധീനം? ഞാൻ ഇവിടെ ആശ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഈ വൈക്കാരിയസ് പ്ലഷറാണ് ഇവരാഗ്രഹിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ മറ്റുള്ളവർ ചെയ്ത് കണ്ട്, നമ്മൾ നരസിംഹമൊക്കെ അങ്ങനെയാണ് നമ്മൾ ആസ്വദിച്ചത്. എനിക്ക് പറ്റുന്നില്ല പ്രതികാരം ചെയ്യാൻ. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആവും. ശരിയാണ്, they are responsible to രാഷ്ട്രീയ ക്യാമ്പസ് കൊണ്ട് വയലൻസ് കുറഞ്ഞില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയം തന്നെ പഴയ ക്വാളിറ്റി ഇല്ലാണ്ടായിരുന്നു. അതും അല്ലെ, പഴയതാണ് ക്വാളിറ്റി നമ്മൾ വിചാരിക്കരുത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം ആ കുട്ടികൾ എവിടെ കണ്ടുകൊള്ളു? നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് അവരുടേതായ രാഷ്ട്രീയം കൊണ്ടുവരാൻ ആര് സ്പേസ് കൊടുക്കുന്നു? ചർച്ച തന്നെ സിനിമയും ലഹരിയുടെ സിനിമയുടെ സ്വാധീനവുമായിരുന്നു. എന്തായാലും നമ്മൾ പരിമിതമായ സമയമാണ്, അതിൽ തന്നെ നമ്മൾ ഒരുപാട് മേഖലയിലൂടെ കടന്നുപോയി. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഈ ചർച്ചയിൽ നമുക്കായി പങ്കെടുത്തത് പ്രഗത്ഭരായ 3 പേർ തന്നെയാണ്. ശ്രീ നന്ദകിഷോർ, ഡോക്ടർ സിസ്റ്റർ ജസ്മി, അഡ്വക്കേറ്റ് ആശോണിതൻ. വളരെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നന്ദി.